ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത് ദുരന്തർ മൂവിയുടെ സെക്കൻഡ് പാർട്ടായ ദുരന്തർ ദ റിവഞ്ച് എന്ന മൂവിയാണ്. ഫസ്റ്റ് പാർട്ട് കാണാത്തവർക്ക് വേണ്ടിയിട്ട് ഞാൻ അതിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. അപ്പോൾ കഥയിലേക്ക് കടക്കുന്നതിന് മുമ്പ് എല്ലാവരും നമ്മുടെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കണ്ട. മൂവിയുടെ തുടക്കത്തിൽ തന്നെ കാണിക്കുന്നത് 2004 നമ്മുടെ ഹംസ പാകിസ്ഥാനിലേക്ക് പോകുന്നതിന് മുൻപുള്ള അവന്റെ ജീവിതമാണ്. പത്താംകോട്ട് എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു ആർമിക്കാരന്റെ മകനായിട്ടാണ് ജസ്കീരത്ത് ജനിക്കുന്നത്. അച്ഛനെ പോലെ ആർമിയിൽ ജോയിൻ ചെയ്യണമെന്നായിരുന്നു അവന്റെ ആഗ്രഹം. അവന് 2 സിസ്റ്റേഴ്സ് ആണുള്ളത്, ഹർലീനും ജസ്ലീനും. ഇളയ സഹോദരി ജസ്ലീനെ ജസ്കീരത്തിന്റെ ഫ്രണ്ട് ഗുർബാസ് പ്രണയിക്കുന്നുണ്ടായിരുന്നു. വീട്ടുകാരോട് യാത്ര പറഞ്ഞ് ജസ്കീരത്ത് മിലിറ്ററി ട്രെയിനിങ്ങിന് വേണ്ടി പോയി. എന്നാൽ ജസ്കീരത്തിന്റെ ഫാമിലിയുടെ ഒരു സ്ഥലത്തിന്റെ കേസുമായിട്ട് ബന്ധപ്പെട്ട് അവിടുത്തെ പഴയ ഗാങ്സ്റ്ററും ഇപ്പോഴത്തെ MLA-യുമായ സുഖ്വീന്ദറുമായിട്ട് ജസ്കീരത്തിന്റെ ഫാമിലിക്ക് ഒരു പ്രശ്നം ഉണ്ടാകുന്നു. ആ ഭൂമി തർക്കത്തിലുള്ള ദേഷ്യം കാരണം ഈ MLA-യുടെ ആൾക്കാര് ജസ്കീരത്തിന്റെ അച്ഛനെ കൊല്ലുന്നു, അമ്മയെ ക്രൂരമായി മർദ്ദിക്കുന്നു, മൂത്ത സഹോദരി ഹർലീനെ ക്രൂരമായി പീഡിപ്പിച്ചു കൊന്നു. അതിനുശേഷം MLA-യുടെ ആൾക്കാര് ഇളയ സഹോദരി ജസ്ലീനെ തട്ടിക്കൊണ്ടുപോകുന്നു. ഈ വിവരം ഗുർബാസ് വഴി അറിഞ്ഞ ജസ്കീരത്താകട്ടെ ഇവരോട് പകരം വീട്ടാൻ വരികയാണ്. അതിനുവേണ്ടിയിട്ട് അവൻ ആയുധങ്ങൾ വേണം. ഗുർബാസിന്റെ സഹായത്തോടുകൂടി അത്തീഫ് അഹമ്മദ് എന്ന് പറയുന്ന ഒരാളെ കാണാൻ ജസ്കീരത്ത് പോകുന്നു. അയാൾക്ക് അത്യാവശ്യം കള്ളക്കടത്തും ഡ്രഗ്സിന്റെ പരിപാടിയും ആയുധക്കടത്തും ഒക്കെ ഉണ്ടായിരുന്നു. അയാളുടെ കയ്യിൽ നിന്നും കുറച്ച് തോക്കും വാങ്ങിയാണ് ജസ്കീരത്തും ഗുർബാസും അവിടെ നിന്ന് തിരിച്ചു പോകുന്നത്. ആ MLA-യുടെ വീടിന്റെ അടുത്ത് എത്തിക്കഴിയുമ്പോൾ ഗുർബാസിനോട് അവിടെ നിന്നും പൊയ്ക്കൊള്ളാൻ പറഞ്ഞിട്ട് ജസ്കീരത്ത് അന്ന് രാത്രി ആ MLA-യുടെ വീട്ടിൽ കയറുകയും തന്റെ ഫാമിലിയെ ഇല്ലാതാക്കിയ എല്ലാവരെയും കൊന്നൊടുക്കുകയും ചെയ്തു. അവിടെ ഒരു റൂമിൽ പൂട്ടിയിട്ടിരുന്ന അവന്റെ ഇളയ സഹോദരി ജസ്ലീനെ അവൻ രക്ഷിച്ചുകൊണ്ടുവന്നു. പക്ഷെ ഇത്രയും പേരെ കൊന്നൊടുക്കുന്നതിന്റെ പേരിൽ അവനെ പോലീസ് അറസ്റ്റ് ചെയ്യുകയും കേസ് കോടതിയിൽ എത്തുകയും ചെയ്തു. തന്റെ ഫാമിലിയിൽ സംഭവിച്ച കാര്യങ്ങളെല്ലാം കോടതിയിൽ തെളിഞ്ഞെങ്കിലും ഇവൻ ഇത്രയും ആൾക്കാരെ ക്രൂരമായി കൊന്നത് കാരണം കോടതി അവന് വലിയ ശിക്ഷ തന്നെയാണ് കൊടുക്കുന്നത്. ആദ്യത്തെ കോടതിയിൽ അവന് കുറെ വർഷം ജയിൽവാസമായിരുന്നു വിധിച്ചതെങ്കിൽ കേസ് വീണ്ടും മുന്നോട്ട് പോയതോടുകൂടി അവന് വധശിക്ഷ കിട്ടാനുള്ള ചാൻസ് കൂടുകയായിരുന്നു. അവന്റെ വക്കീല് പറയുന്നുണ്ട് നമുക്ക് സുപ്രീം കോർട്ട് വരെ പോകാമെന്ന്. എന്താണെങ്കിലും കേസ് മുന്നോട്ട് പോകുന്ന കാലം ഇത്രയും അവൻ ജയിലിൽ തന്നെ കിടക്കണം. തന്റെ അമ്മയും സഹോദരിയും സംരക്ഷിക്കണമെന്ന് ഗുർബാസിനോട് ജസ്കീരത്ത് റിക്വസ്റ്റ് ചെയ്യുന്നു. ജസ്ലിനുമായിട്ട് ഓൾറെഡി പ്രണയത്തിലായിരുന്ന ഗുർബാസ് അവളെ വിവാഹം കഴിക്കാമെന്ന് സമ്മതിച്ചു. 2002 ഒരു ജയിലിൽ നിന്നും മറ്റൊരു ജയിലിലേക്ക് ജസ്കീരത്തിനെ മാറ്റുന്ന സമയത്ത് ആൾക്കാര് പോലീസുകാരെ ആക്രമിച്ച ശേഷം ജസ്കീരത്തിനെ അവിടെ നിന്ന് തട്ടിക്കൊണ്ടുപോകുന്നു. ഇന്റലിജൻസ് ഓഫീസറായ അജയ് സനയിലും സുശാന്ത് ബൻസിലും ചേർന്നിട്ടായിരുന്നു ജസ്കീരത്തിനെ കിഡ്നാപ്പ് ചെയ്യാൻ പ്ലാനിട്ടത്. ജസ്കീരത്തിന്റെ ഫുൾ പാസ്റ്റും അവർക്കറിയാമായിരുന്നു. മിലിറ്ററി ട്രെയിനിങ് എല്ലാം കഴിഞ്ഞവൻ ഈ കൊലപാതകം എല്ലാം ചെയ്തത് തന്റെ കുടുംബത്തിന് വേണ്ടിയാണെന്ന് മനസ്സിലാക്കിയ അവരാകട്ടെ പാകിസ്ഥാനിലേക്ക് സ്പൈ ആയിട്ട് അവനെ അയക്കാൻ തീരുമാനിക്കുകയായിരുന്നു. രാജ്യസ്നേഹിയായ ജസ്കീരത്തും അതിന് സമ്മതിക്കുന്നു. ഇതിന് പകരമായിട്ട് മാസാമാസം അവന്റെ വീട്ടിലേക്ക് 30,000 രൂപ അയച്ചു കൊടുക്കുമെന്ന് ഈ ഓഫീസേഴ്സ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്ന് ഇവന് 30,000 രൂപ കൊടുക്കാൻ മറ്റൊരു കാരണം കൂടി ഉണ്ടായിരുന്നു. അവന്റെ കിഡ്നാപ്പിംഗ് പോലീസ് പ്രൊട്ടക്ഷനിലാണ് നടന്നത്. കോമ്പൻസേഷന്റെ ഭാഗമായിട്ടാണ് 30,000 രൂപ മാസം മാസം അവന്റെ അമ്മയുടെ അക്കൗണ്ടിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഇവൻ പാകിസ്ഥാനിലേക്ക് പോയാലും ഫാമിലിക്ക് ഒരു കുറവും ഉണ്ടാകില്ല എന്ന് അവർ ഉറപ്പ് കൊടുത്തു. അതിനുശേഷമാണ് ജസ്കീരത്തിന് ഹംസാലി അൻസാരി എന്ന ഐഡന്റിറ്റി കൊടുത്ത് അവർ പാകിസ്ഥാനിലേക്ക് സ്പൈ ആയിട്ട് അയച്ചത്. അതിനുശേഷം അവിടെ നടന്ന സംഭവങ്ങളെല്ലാം നമ്മൾ മൂവിയുടെ ഫസ്റ്റ് പാർട്ടിൽ കണ്ടതാണ്. ഫസ്റ്റ് പാർട്ടിന്റെ അവസാനം നമ്മൾ കണ്ടത് ആരുമറിയാതെ ഹംസ റഹ്മാൻ ദൈക്യത്തിനെ കൊല്ലുന്നതാണ്. ഇനി അവിടെ ഒരുപാട് പേരെ കൊല്ലാൻ ഇവർക്ക് ബാക്കിയുണ്ടായിരുന്നു. ആലമും ഹംസയും തങ്ങളുടെ അടുത്ത പ്ലാനിങ്ങിനെ പറ്റിയാണ് സംസാരിക്കുന്നത്. റഹ്മാൻ ദൈക്യത്തിന്റെ മരണവിവരം അജയ് സനലിന്റെ അടുത്ത് എത്തുന്നു. പക്ഷെ റഹ്മാന്റെ മരണത്തോടുകൂടി ലാരി ടൗണിന്റെ നിയന്ത്രണം അർഷദ് പപ്പു സ്വന്തമാക്കാൻ ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്നു. ഇവിടെ ഇക്ബാൽ ആകട്ടെ SP അസ്ലാമിനോട് ചോദിക്കുന്നുണ്ട്, നിങ്ങൾ എന്തിനാണ് ശരിക്കും റഹ്മാനെ കൊന്നതെന്ന്. എന്നാൽ അത് ബഡേ സാഹിബിന് വേണ്ടിയിട്ടാണെന്നാണ് അസ്ലാം പറയുന്നത്. തമ്മിൽ എന്താ പ്രശ്നം എന്ന് ചോദിക്കുമ്പോഴാണ് അസ്ലാം പറയുന്നത് ഈ റഹ്മാന്റെ സഹോദരൻ ബിലാലും ബഡേ സാഹിബിന്റെ സഹോദരൻ നൂറുമായിട്ട് ഒരു ഭൂമി തർക്കം ഉണ്ടായിരുന്നു എന്ന്. അവർക്കിടയിലെ പ്രശ്നം അവർ സോൾവ് ആക്കട്ടെ എന്നായിരുന്നു ബഡേ സാഹിബ് പറഞ്ഞത്. എന്നാൽ റഹ്മാൻ അത് കേൾക്കാതെ ഈ ബഡേ സാഹിബിന്റെ സഹോദരൻ നൂറയെ കൊന്നുകളഞ്ഞു. ഏത് ഭൂമിയുടെ പേരിലാണോ തർക്കം നടന്നത് ആ ഭൂമിക്കടിയിൽ തന്നെ അയാളുടെ മൃതദേഹം കുഴിച്ചിടുകയും ചെയ്തു. അതുകൊണ്ടായിരുന്നു ബഡേ സാഹിബിന് റഹ്മാനോട് ദേഷ്യം. പക്ഷെ ഇക്ബാൽ പറയുന്നുണ്ട് റഹ്മാൻ മരിച്ച സ്ഥിതിക്ക് ഈ ലാരിയുടെ തലപ്പത്ത് റഹ്മാന്റെ വലങ്കൈയായിരുന്ന ഉസേർ ഇരിക്കുമെന്ന്. അങ്ങനെ ഇരുന്നു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും റഹ്മാന്റെ മരണത്തിന് പകരം വീട്ടാൻ നിങ്ങളുടെ പിറകെ ഉസേർ വരും. എന്നാൽ അങ്ങനെയൊന്നും സംഭവിക്കില്ല എന്ന് അസ്ലാം പറയുന്നു. അസ്ലാമിന് മറ്റൊരു പ്ലാനിംഗ് ഉണ്ടായിരുന്നു. റഹ്മാന്റെ മരണത്തിൽ ആകെ ഭ്രാന്ത് പിടിച്ചിരുന്ന ഉസേറിനെ ഒരു വിധത്തിൽ സമാധാനിപ്പിക്കുന്നത് ഹംസയാണ്. ഇനി റഹ്മാന്റെ സ്ഥാനം നിനക്കാണുള്ളതെന്നും നീയാണ് ഈ ചെയറിൽ ഇരിക്കേണ്ടതെന്നും പറയുന്നു. ഹംസ ഇവിടെ മറ്റൊരു പ്ലാനിംഗ് കൂടി നടത്തുന്നുണ്ടായിരുന്നു. ഹംസയുടെ ആലത്തിന്റെയും കൂടെ നേരത്തെ കാണിച്ച മറ്റൊരു സ്പൈ ആയ റിസ്വാനെ അവിടേക്ക് കൊണ്ടുവരുന്നു. റിസ്വാൻ അർഷദ് പപ്പുവിന്റെ ഗാങ്ങിലുള്ളതായിരുന്നല്ലോ. ആ റിസ്വാനെ കൊണ്ട് ഉസേറിനോട് പറയിപ്പിക്കുന്നുണ്ട് റഹ്മാനെ കൊല്ലാൻ വേണ്ടിയിട്ട് സ്ഥലവും കറക്റ്റ് സമയം എല്ലാം തന്നെ SP അസ്ലാമിന് പറഞ്ഞു കൊടുത്തത് അർഷദ് പപ്പു ആണെന്ന്. താനിത് നേരിട്ട് കേട്ടതാണെന്നും പറയുന്നു. അർഷദ് പപ്പുവിന്റെ ഗാങ്ങിൽ നിന്ന് റിസ്വാനെ തന്റെ ഗാംഗിലേക്ക് കൊണ്ടുവരാനുള്ള ഹംസയുടെ ഒരു പ്ലാനിംഗ് കൂടിയായിരുന്നു ഇത്. കൂടാതെ റഹ്മാനെ കൊന്നതിന്റെ മുഴുവൻ കുറ്റവും അർഷദ് പപ്പുവിന്റെ തലയിൽ വെക്കണം. അപ്പോൾ എന്തായാലും ദേഷ്യം വന്ന ഉസേർ അർഷദ് പപ്പുവിനെ കൊല്ലും. അങ്ങനെ അർഷദ് പപ്പുവിന്റെ പത്താൻ ഗ്യാങ്ങും ഉസേറിന്റെ ബലൂച്ച് ഗ്യാങ്ങും തമ്മിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കുക എന്നതായിരുന്നു ഹംസയുടെ ലക്ഷ്യം. ഹംസ പ്ലാൻ ചെയ്ത പോലെ തന്നെ സംഭവിച്ചു. ഈ 2 ഗ്യാങ്ങും തമ്മിൽ വലിയ വെടിവെപ്പ് തന്നെ നടക്കുന്നു. അർഷദ് പപ്പുവിനെ ഏത് നിമിഷം വേണമെങ്കിലും ഉസേറും ഹംസയും കൊല്ലുവെന്ന ഒരു ഘട്ടത്തിലെത്തി. അർഷദ് പപ്പു പലതവണ ജമീലിനോട് ഹെൽപ്പ് ചോദിച്ചെങ്കിലും അയാളും ശരിക്കും ഹംസയുടെ കൂടെ ചേർന്നിട്ട്
അർഷദ് പപ്പുവിനെ കൊല്ലാനുള്ള പ്ലാനിങ്ങിലായിരുന്നു. നിങ്ങളെ സേഫായിട്ട് ഞാനൊരു സ്ഥലത്തേക്ക് മാറ്റാമെന്ന് പറഞ്ഞിട്ട് ജമീലിന്റെ ആൾക്കാര് അർഷദ് പപ്പുവിനെ കൊണ്ടുപോകുന്നത് ഉസൈറിന്റെ അടുത്തേക്കാണ്. റഹ്മാനെ കൊന്നതിലുള്ള ദേഷ്യം കാരണം ഉസൈർ അർഷദ് പപ്പുവിനെ കുറേയധികം ഉപദ്രവിക്കുന്നു. അതിനുശേഷം പിറ്റേന്ന് അവിടുത്തെ ടൗണിലൂടെ വണ്ടിക്ക് മുകളിലായിട്ട് അവശനായ അർഷദ് പപ്പുവിനെ വെച്ചുകെട്ടിക്കൊണ്ട് ഒരു യാത്ര തന്നെ നടത്തുന്നു. എല്ലാ ആൾക്കാരുടെയും മുന്നിൽ വെച്ചിട്ടായിരുന്നു ഉസൈർ അർഷദ് പപ്പുവിന്റെ തലയിറക്കുന്നതും ആ തല റോഡിലിട്ട് ചവിട്ടുന്നതും. ഇതെല്ലാം തന്നെ ഉസൈർ കാണാതെ ഹംസ തന്റെ ഫോണിൽ റെക്കോർഡ് ചെയ്യുന്നുണ്ടായിരുന്നു. പക്ഷേ ഈ സംഭവങ്ങളെ ഏറ്റവും കൂടുതൽ ബാധിച്ചത് അക്യൂബ് അലി സർവാരിയുടെ PAP പാർട്ടിയാണ്. കാരണം ഇയാളുടെ PAP പാർട്ടി മരിക്കുന്നതിന് മുമ്പ് റഹ്മാന്റെ PAC പാർട്ടിയുമായിട്ട് ചേർന്നിട്ടുണ്ടായിരുന്നല്ലോ. PACയിൽ റഹ്മാന്റെ മരണത്തിന് ശേഷം ഉസൈർ ചെയ്തു കൂട്ടുന്ന ഈ പ്രവർത്തികളെല്ലാം PAPയും ബാധിക്കുന്നുണ്ടായിരുന്നു. ഇപ്പോൾ സർവാരി റിസൈൻ ചെയ്യേണ്ട അവസ്ഥയിൽ വന്നു നിൽക്കുകയാണ്. തൽക്കാലം PAP പാർട്ടിക്ക് മേലുള്ള ഈ പ്രഷർ ഒന്ന് കുറയ്ക്കാൻ വേണ്ടിയിട്ട് ജനങ്ങളുടെ എല്ലാം ശ്രദ്ധ തിരിക്കണമെന്ന് ഇക്ബാൽ നിർദ്ദേശിക്കുന്നു. അപ്പോൾ SB അസ്ലാമാണ് ഒരു പ്ലാൻ പറയുന്നത്. മെഡിക്കൽ കോച്ചിംഗ് സെന്ററിൽ നിന്നും കുറച്ച് ബലൂജികളായിട്ടുള്ള പയ്യന്മാരെ അറസ്റ്റ് ചെയ്യണം. അവർ ടെററിസ്റ്റുകളാണെന്ന് പറഞ്ഞിട്ട് വേണം ഇവരെ തട്ടിക്കൊണ്ടുപോയി എവിടെയെങ്കിലും വെച്ച് കൊന്നുകളയാൻ. പിന്നെ ന്യൂസിലെല്ലാം ആ വാർത്തയായിരിക്കും. ഇപ്പോൾ നടക്കുന്ന പ്രശ്നങ്ങളൊക്കെ ആൾക്കാർ മറക്കുകയും ചെയ്യും. എന്തൊക്കെയാണെങ്കിലും തന്റെ PAP പാർട്ടി ഇനി PAC പാർട്ടിയുമായിട്ട് ഒരു തരത്തിലും കൂടിച്ചേർന്ന് പോകാൻ താല്പര്യപ്പെടുന്നില്ല എന്ന് സർവാരി പറയുന്നു. പക്ഷെ ജലീല് പറയുന്നുണ്ട് ലാരി മുഴുവൻ ബലൂജികളാണ്, അവർ സപ്പോർട്ട് ചെയ്യുന്നത് PAC പാർട്ടിയാണ്. PACയിലെ ആൾക്കാരെ നമ്മൾ വിട്ടുകളഞ്ഞു കഴിഞ്ഞാൽ അടുത്ത ഇലക്ഷനിൽ നമ്മൾ ജയിക്കാനുള്ള സാധ്യത കുറവാണ്. എന്നാൽ അങ്ങനെയൊന്നും സംഭവിക്കില്ല എന്നും റഹ്മാൻ മരിച്ചതോടുകൂടി ആ പാർട്ടിയും ക്ഷയിച്ചു എന്നാണ് സർവാരി പറയുന്നത്. തന്നെ സംബന്ധിച്ച് എങ്ങനെയെങ്കിലും ഈ പാകിസ്ഥാന്റെ അധികാരം തന്നെ കയ്യിലെടുക്കണമെന്നായിരുന്നു സർവാരിയുടെ ആഗ്രഹം. അത് കാരണം ഈ PACയെ ഒരു ടെററിസ്റ്റ് ഓർഗനൈസേഷൻ ആയിട്ട് പ്രഖ്യാപിച്ച് കളയാമെന്ന് അയാൾ പറയുന്നു. അങ്ങനെ അവരെ ബാൻ ചെയ്ത് പൊളിറ്റിക്സിൽ നിന്ന് തന്നെ എടുത്തു കളയണം. ഈ ഉസൈറിനെ എന്ത് ചെയ്യുമെന്ന് ചിന്തിക്കുമ്പോൾ ജമീൽ പറയുന്നുണ്ട് തൽക്കാലം അവനെ കൊന്നുകളയണ്ട, അവനെ അറസ്റ്റ് ചെയ്ത് ജയിലിലിടാമെന്ന്. ജയിലിൽ വെച്ച് പല ഗ്യാങ്ങുകളും തമ്മിൽ പല പ്രശ്നങ്ങളും ഉണ്ടാകുന്നുണ്ട്. അതിലേതെങ്കിലും ഒരു പ്രശ്നത്തില് ഇവനെയും പിടിച്ചിട്ട് അങ്ങനെ അങ്ങ് തീർത്ത് കളയാം. അപ്പൊ നമ്മുടെ തലയിൽ ഇതൊന്നും വരുത്തില്ല. അതായിരുന്നു അവരുടെ പ്ലാനിങ്. ഉസൈർ അർഷദ് പപ്പുവിനെ കൊല്ലുന്ന വീഡിയോ ഹംസ തന്നെ ലീക്കാക്കുന്നു. അതോടുകൂടി ഉസൈറിന്റെ മുകളിൽ വാറന്റ് വരുന്നു. ഇവൻ എത്രയും പെട്ടെന്ന് ഇവിടെ നിന്ന് മാറി നിൽക്കണമെന്ന് ഹംസ അവനോട് പറയുന്നു. അവനോട് തൽക്കാലം ദുബായിലേക്ക് പോകാനും ഇവിടെ എല്ലാ കാര്യങ്ങളും താൻ നോക്കിക്കൊള്ളാമെന്നും ഹംസ പറയുന്നുണ്ട്. എന്നാൽ അതൊരു ട്രാപ്പായിരുന്നു. അതേ ടൈമിൽ തന്നെ മീഡിയയുടെ ശ്രദ്ധ തിരിക്കാൻ വേണ്ടിയിട്ട് അസ്ലാം നേരത്തെ പറഞ്ഞ പ്രകാരം മെഡിക്കൽ കോച്ചിംഗ് സെന്ററിൽ നിന്നും കുറച്ച് ബലൂജി പയ്യന്മാരെ പിടിച്ചുകൊണ്ടു പോകുന്നു. 4 പയ്യന്മാരെയാണ് അവർ പിടിച്ചുകൊണ്ടു പോകുന്നത് ടെററിസ്റ്റുകളാണെന്ന് പറഞ്ഞിട്ട്. എന്നാൽ അതിലൊരു പയ്യൻ ബലൂച്ച് യുണൈറ്റഡ് ഫോഴ്സിന്റെ തലവനായ ഷിറാനിയുടെ മകനായിരുന്നു. മൂവിയുടെ ഫസ്റ്റ് പാർട്ടില് ഹംസ റഹ്മാനും ഒക്കെ ആയുധങ്ങൾ വാങ്ങാൻ പോകാറുണ്ടായിരുന്നില്ലേ, ആ ആളുടെ മകനായിരുന്നു അത്. ആ 4 പയ്യന്മാരെയും അസ്ലാം കൊന്നുകളയുന്നു. എന്നിട്ട് ടെററിസ്റ്റുകളെ കൊന്നുകളഞ്ഞു എന്ന് പറഞ്ഞിട്ട് മീഡിയയിലെല്ലാം തന്നെ വാർത്ത കൊടുക്കുന്നു. മീഡിയ പിന്നെ അതിന്റെ പിറകെ പോയി ദുബായിലേക്ക് പോയ ഉസൈറിനെയും അവിടെ വെച്ച് അറസ്റ്റ് ചെയ്യുന്നുണ്ട്. ഇതെല്ലാം ഹംസയുടെ പ്ലാനിംഗ് ആയിരുന്നു. റഹ്മാനെ ഇല്ലാതാക്കുകയും ഉസൈറിനെ ഇവിടെ നിന്ന് മാറ്റുകയും ചെയ്തു കഴിഞ്ഞാൽ ലാരി ടൗൺ തന്റെ കയ്യിലാകുമെന്ന് ഹംസയ്ക്ക് ഉറപ്പായിരുന്നു. തന്റെ പ്ലാൻ പ്രകാരം ലാരിയുടെ പുതിയ കിങ് ആയിട്ട് ഹംസ മാറുകയായിരുന്നു. ടെററിസ്റ്റുകളായ 4 പയ്യന്മാരെ കൊന്നതിന്റെ പേരിൽ SB അസ്ലാമിന് ആദരവ് ലഭിക്കുന്നുണ്ട്. പക്ഷെ ഇതെല്ലാം കണ്ട ഹംസയ്ക്ക് ദേഷ്യം വരുന്നു. എന്തൊക്കെയാണെങ്കിലും മീഡിയയുടെ ശ്രദ്ധ തിരിക്കാൻ വേണ്ടിയിട്ട് കള്ളത്തരം പറഞ്ഞ് ആ കുട്ടികളെ കൊല്ലാൻ പാടില്ലായിരുന്നു എന്നാണ് ഹംസ പറയുന്നത്. ജമീൽ ഇത് നേരത്തെ അറിഞ്ഞിട്ടും തന്നോട് എന്തുകൊണ്ട് പറഞ്ഞില്ല എന്ന് ഹംസ ചോദിക്കുമ്പോൾ ജമീൽ പറയുന്നുണ്ട് നിന്നോട് പറഞ്ഞാലും നിനക്ക് അസ്ലാമിനെയും ആ സർവാരി ഒന്നും തന്നെ നിയന്ത്രിക്കാൻ സാധിക്കില്ല. അവരവർക്ക് ഇഷ്ടമുള്ളത് തന്നെ ചെയ്യും. അവരുടെ PAP എന്ന് പറയുന്ന ആ പാർട്ടി തന്നെയാണ് ഈ പാകിസ്ഥാൻ തന്നെ റൂൾ ചെയ്യുന്നത്. എന്നാൽ ഹംസ പറയുന്നുണ്ട് പാകിസ്ഥാനിലെ റൂള് തീരുമാനിക്കുന്നത് കറാച്ചി കൈവശമുള്ള ആളാണ്. കറാച്ചി കൈവശം വരണമെങ്കിൽ ആദ്യം ലാരി കൈവശം വരണം. ലാരി സ്വന്തമാക്കുന്ന ആൾക്ക് എവിടെയും എന്തും കാണിക്കാം. ഈ തവണ ഇലക്ഷനിൽ PAPക്ക് എതിരായിട്ട് മത്സരിക്കുന്ന സ്ട്രോങ് ആയിട്ടുള്ള പാർട്ടി ഏതാണെന്ന് ഹംസ ചോദിക്കുമ്പോൾ ജമീൽ പറയുന്നുണ്ട് അത് MMB ആണെന്ന്. അങ്ങനെയാണെങ്കിൽ ഇനി മുതൽ ലാരി MMBയെ സപ്പോർട്ട് ചെയ്യുമെന്ന് ഹംസ പറയുന്നു. ആ പാർട്ടിയുടെ കൂടെ ചേർന്നിട്ട് PAPയെ തോൽപ്പിക്കാനായിരുന്നു ഹംസയുടെ പ്ലാൻ. അങ്ങനെ മുസ്ലിം മൂവ്മെന്റ് പാർട്ടി അഥവാ MMBയുമായിട്ട് ഹംസ കൂടിക്കാഴ്ച നടത്തുന്നു. നവാബ് ഷഫീഖ് എന്നായിരുന്നു MMB പാർട്ടിയുടെ നേതാവിന്റെ പേര്. ആ പാർട്ടിയുടെ കൂടെ ഹംസയും ഗ്യാങ്ങും ചേർന്നതോടുകൂടി ഇലക്ഷനിൽ അവർ മത്സരിക്കുകയും വിജയിക്കുകയും ചെയ്തു. PAP പാർട്ടി തോറ്റു. റഹ്മാൻ ഉസൈറും അവിടെ ഇല്ലെങ്കിലും ബലോച്ച് നേതാവായ ഷിറാനിയുമായിട്ട് നല്ലൊരു ബന്ധം തന്നെ ഹംസ കൊണ്ടുപോകുന്നുണ്ടായിരുന്നു. അയാൾക്ക് എന്താവശ്യമുണ്ടെങ്കിലും തങ്ങളെ വിളിക്കണമെന്ന് പറയുന്നു. എലീന ആ സമയം പ്രഗ്നന്റ് ആയിരുന്നു. അവരുടെ പാർട്ടിയൊക്കെ വിജയിച്ചതോടുകൂടി എലീനയ്ക്കും വരാൻ പോകുന്ന കുഞ്ഞിനും താമസിക്കാൻ വേണ്ടിയിട്ട് വലിയൊരു വീട് തന്നെ ഹംസ ഇവിടെ വാങ്ങുന്നു. ലാരി ടൗണിൽ നിന്ന് തുടങ്ങി പിന്നീട് കറാച്ചിയുടെ ബാദ്ഷ തന്നെയായി മാറുകയായിരുന്നു ഹംസ. എന്നാൽ PAP പാർട്ടിയുടെ തോൽവി ഇക്ബാലിനെ വല്ലാതെ തളർത്തി. ഇക്ബാലിന്റെ അച്ഛനായ ബ്രിഗേഡിയർ ജഹാംഗീർ അവനെ കളിയാക്കുന്നുണ്ട്. ഇക്ബാലിന്റെ അച്ഛൻ മുൻപ് പാകിസ്ഥാൻ ആർമിയിലായിരുന്നു. നിന്നെ കൊണ്ടൊന്നും ഒന്നിനും കൊള്ളില്ലാന്നും നീക്ക് ഇവിടെ ഉണ്ടായിട്ടും എതിർ പാർട്ടി അധികാരം കയ്യിലെടുത്തല്ലോ എന്നാണ് അയാൾ പറഞ്ഞുകൊണ്ടിരുന്നത്. അതിനിടയ്ക്ക് ഇക്ബാലിന് ബഡേ സാഹിബിന്റെ കോള് വരുന്നുണ്ട്. ഈ ബഡേ സാഹിബ് ആരാണെന്ന് നമ്മളെ പിന്നീട് കാണിക്കും. തങ്ങളുടെ പാർട്ടി വലിയ വിജയം കൈവരിച്ചതോടുകൂടി ഹംസ ബലൂചിസ്ഥാനിലേക്ക് പോയിരിക്കുകയായിരുന്നു ഷിറാനിയും കൂട്ടരെയും കാണാൻ. അവിടെ ഹംസയ്ക്ക് വലിയൊരു സ്വീകരണം തന്നെയാണ് ലഭിക്കുന്നത്. തിരിച്ചെത്തിയ ഹംസയെ കാത്ത് ഇക്ബാൽ ഉണ്ടായിരുന്നു. തങ്ങളുടെ ബഡേ സാഹിബിന് നിന്റെ പ്രവർത്തികളൊക്കെ ഒരുപാട് ഇഷ്ടപ്പെട്ടുവെന്നും നിന്നെ ഒന്ന് കാണണമെന്ന് പറഞ്ഞെന്നും പറഞ്ഞിട്ട് ബഡേ സാഹിബിന്റെ അടുത്തേക്ക് ഇക്ബാല് ഹംസയെ കൂട്ടിക്കൊണ്ടു പോകുന്നു. അവിടെ എത്തുമ്പോഴാണ് ഹംസയ്ക്ക് മനസ്സിലാകുന്നത് ഇവർ ബഡേ സാഹിബ് എന്ന് വിളിച്ചുകൊണ്ടിരുന്നത് ദാവൂദ് ഇബ്രാഹിമിനെ ആണെന്ന്.
1993 ഇന്ത്യയിൽ നടന്ന ബോംബെ ബ്ലാസ്റ്റിന്റെ മാസ്റ്റർ മൈൻഡ്, വാണ്ടഡ് ടെററിസ്റ്റ് ലിസ്റ്റിലുള്ള ആൾ. എന്നാൽ അയാൾക്ക് എന്തോ വലിയൊരു രോഗം പിടിപെട്ടിരിക്കുന്നു. വളരെയധികം അവശനിലയിലായിരുന്നു അയാൾ ഉണ്ടായിരുന്നത്. ഇന്ത്യയിലെ പലയിടങ്ങളിലും അയാളുടെ ടെററിസ്റ്റ് ഗ്രൂപ്പുകളുണ്ട്. കശ്മീരിൽ തങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളെല്ലാം കണ്ടിന്യൂ ചെയ്യണമെന്നും യുപിയിൽ നടക്കാൻ പോകുന്ന ഇലക്ഷനിലേക്ക് ഒരുപാട് കാശ് ഇറക്കണമെന്നും അയാൾ പറയുന്നു. ഫേക്ക് ആയിട്ടുള്ള ഒരുപാട് കറൻസികൾ ഇന്ത്യയിലേക്ക് കൊണ്ടുപോകാനുള്ള പ്ലാനിംഗ് ആയിരുന്നു അത്. മൂവിയുടെ തുടക്കത്തില് ഹംസ തന്റെ ഫാമിലിക്ക് വേണ്ടി റിവഞ്ച് എടുക്കാൻ പോയപ്പോൾ ആയുധത്തിന് വേണ്ടി ഒരു അത്തീഫ് അഹമ്മദിനെ കണ്ടിട്ടുണ്ടായിരുന്നില്ലേ? അതേ അത്തീഫ് അഹമ്മദ് തന്നെയായിരുന്നു ഇവരുടെ ഒരു കൂട്ടാളി. അയാൾ വഴിയായിരുന്നു യുപിയിൽ ആ കാശെല്ലാം തന്നെ ഇവർ വിതരണം ചെയ്യാൻ തീരുമാനിച്ചിട്ടുണ്ടായിരുന്നു. നേപ്പാൾ വഴി അയാളിലേക്ക് കാശെത്തും. നേപ്പാളിലുള്ള ഇവരുടെ ആളായ യക്കൂബ് അൻസാരി ഇവരെ അതിനെ ഹെൽപ്പ് ചെയ്യും. എന്നാൽ ഇപ്പോൾ തീരുമാനിച്ച 11,000 കോടി പോരാഞ്ഞിട്ട് ഒരു 60,000 കോടി രൂപ കൂടി ഇന്ത്യയിലേക്ക് കടത്തണമെന്ന് ദാവൂദ് പറയുന്നു. ഇതെല്ലാം കേട്ട് ഞെട്ടിത്തിരിച്ചിരിക്കുകയായിരുന്നു ഹംസ. അതിനിടയിൽ ഇക്ബാല് ഹംസയെ ദാവൂദിന് പരിചയപ്പെടുത്തി കൊടുക്കുന്നു. പാകിസ്ഥാന്റെ അണ്ടർവേൾഡിലേക്ക് ആരെങ്കിലും ഒരാൾ പുതുതായിട്ട് വരുമ്പോൾ മുസ്ലിം കമ്മ്യൂണിറ്റിക്ക് വേണ്ടിയിട്ട് അവരുടെ ആത്മാർത്ഥത അവർ തെളിയിക്കേണ്ടതായിട്ട് വരും. അത് ഇന്ത്യയിലുള്ള ആളാണെങ്കിലും ശരി, പാകിസ്ഥാനിലുള്ള ആളാണെങ്കിലും ശരി. നിനക്ക് മുൻപേ റഹ്മാനായിരുന്നു ഞങ്ങളുടെ കൂടെ എല്ലാത്തിനും നിന്നത്. ഇനി നിന്റെ ഊഴമാണ്. പഞ്ചാബില് ഒരുപാട് കൊലകൾ നടത്തേണ്ടതായിട്ടുണ്ട്. എന്നാൽ പഞ്ചാബിലെ കൊല നടത്തിയതിലൂടെ മുസ്ലിം കമ്മ്യൂണിറ്റിക്ക് എങ്ങനെ ആത്മാർത്ഥത തെളിയിക്കാൻ പറ്റുമെന്ന് ചോദിക്കുമ്പോൾ ഇക്ബാല് പറയുന്നുണ്ട്, ഇന്ത്യയിൽ നടക്കുന്ന അക്രമങ്ങളാണ് നമ്മുടെ കമ്മ്യൂണിറ്റിയെ പിടിച്ചു നിർത്തുന്നതും നമ്മുടെ ബിസിനസ്സിൽ പ്രോഫിറ്റ് ഉണ്ടാക്കി തരുന്നതും. അതിനുവേണ്ടി പഞ്ചാബിലുള്ള റിബൽസിനെയും കശ്മീരിലെ മുജാഹിദീൻസിനെയും കേരളത്തിലെ PFIയെയും നക്സൽസിനെയും എല്ലാം തന്നെ നമ്മൾ തയ്യാറാക്കി നിർത്തിയിരിക്കുകയാണ്. അവരുമായിട്ടെല്ലാം ചേരാൻ നമ്മളോട് പറഞ്ഞിരിക്കുന്നതും ISI ആണ്. ഇന്ത്യയിലുള്ള പഞ്ചാബിൽ നിന്നും നമ്മുടെ കുറെ ആൾക്കാർ ഉടനെ ഇങ്ങോട്ടേക്ക് വരുന്നുണ്ട്. ഇവിടെ നിന്നും അവർ ഒരുപാട് ഡ്രഗ്സ് അങ്ങോട്ടേക്ക് കൊണ്ടുപോകും. പാകിസ്ഥാനിലെ കറാച്ചിയിൽ നിന്നും കുറഞ്ഞ വിലയ്ക്ക് കിട്ടുന്ന ഡ്രഗ്സ് ഇന്ത്യയിൽ കൊണ്ടുപോയി വലിയ വിലയ്ക്ക് വിറ്റിട്ട് ഒരുപാട് കാശുണ്ടാക്കും. ഇന്ത്യയിൽ നിന്ന് കിട്ടുന്ന കാശ് വെച്ചിട്ട് തന്നെ ഇന്ത്യക്കെതിരെ ജിഹാദ് നടത്തും. കൂടാതെ അവിടെയുള്ള കുട്ടികളെല്ലാം ഡ്രഗ്സിന് അഡിക്റ്റ് ആവുകയും ചെയ്യും. ഇതൊക്കെയായിരുന്നു അവരുടെ പ്ലാൻ. എന്നാൽ ആദ്യം ഈ ഡ്രഗ്സ് ഡീലിങ്ങിനൊന്നും കൂട്ടുനിൽക്കാൻ ഹംസ താല്പര്യം കാണിച്ചില്ല. പക്ഷെ പിന്നീട് ഇവർ കുറെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഹംസയും കൂട്ടുനിൽക്കാമെന്ന് സമ്മതിച്ചു. എന്നാൽ പോലും ഡ്രഗ്സ് ഇവിടെ നിന്നും കടന്നിടം വരെ ഹംസയുടെ മേൽ ഒരു കണ്ണ് വേണമെന്ന് SP അസ്ലാമിനോട് പറയണമെന്ന് ദാവൂദ് പറയുന്നുണ്ട്. അവിടെ നിന്നും എത്തിയ ഹംസയാകട്ടെ നേരെ പോകുന്ന ആലമിനെ കാണാനാണ്. ദാവൂദിനെ എത്രയും പെട്ടെന്ന് കൊല്ലണമെന്ന് ഹംസ പറയുന്നു. അതിനുവേണ്ടിയിട്ട് ഡിമീഥൈൽ മെർക്കുറി എന്ന് പറയുന്ന ഒരു സബ്സ്റ്റൻസ് അവൻ ആവശ്യപ്പെടുന്നുണ്ട്. ഇവർ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഇന്ത്യയിൽ നടന്ന ഉറി അറ്റാക്ക് കാണിക്കുന്നത്. കുറച്ചു ദിവസത്തിനകം ദാവൂദ് പറഞ്ഞ പ്രകാരം പഞ്ചാബിൽ നിന്നും ഇവരുടെ ആൾക്കാര് ഡ്രഗ്സ് ശേഖരിക്കാൻ വേണ്ടി പാകിസ്ഥാനിലേക്ക് വരുന്നു. എന്നാൽ ആ കൂട്ടത്തിലുള്ള ഒരാളെ കണ്ട് ശരിക്കും ഹംസ ഞെട്ടിപ്പോയി. തുടക്കത്തിൽ കാണിച്ച അവന്റെ കൂട്ടുകാരൻ ഗുർബാസ് ആയിരുന്നു അത്. ഹംസ പെട്ടെന്ന് കൂളിംഗ് ഗ്ലാസ് എടുത്ത് വെക്കുന്നു. അവൻ പഴയ ലുക്ക് അല്ലാത്തത് കാരണം ഗുർബാസിന് പെട്ടെന്ന് ഹംസയെ തിരിച്ചറിയാനൊന്നും പറ്റിയില്ല. നീ എവിടെ നിന്നാ വരുന്നെന്ന് ചോദിച്ചപ്പോൾ ഇന്ത്യയിലെ പത്താൻകോട്ടിൽ നിന്നാണെന്ന് അവൻ പറയുന്നു. പഞ്ചാബ് ഫ്രീ ആയി കഴിഞ്ഞാൽ പാകിസ്ഥാന്റെ കൂടെ ചേരും. ആ സമയം ഉറപ്പായിട്ടും ഞാൻ നിങ്ങളെ അങ്ങോട്ടേക്ക് കൊണ്ടുപോകാമെന്ന് അവൻ ഹംസയോട് പറയുന്നു. ഹംസയ്ക്ക് ഇതെല്ലാം കേട്ടിട്ട് നല്ല ദേഷ്യം വരുന്നുണ്ടായിരുന്നു. ഇവിടെ നിന്നും കൊണ്ടുപോകേണ്ട ഡ്രഗ്സിന്റെ ഒരു ലിസ്റ്റ് തന്നെ ഗുർബാസ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അവരെല്ലാവരും ഒരു മീറ്റിംഗ് കൂടുന്നു. ആ മീറ്റിംഗിലേക്ക് മറ്റൊരാൾ കൂടി വരുന്നുണ്ട്. മൂവിയുടെ ഫസ്റ്റ് പാർട്ടില് ഒരു പ്ലെയിൻ ഹൈജാക്ക് കാണിച്ചിട്ടുണ്ടായിരുന്നില്ലേ? ആ പ്ലെയിൻ ഹൈജാക്ക് ചെയ്ത സാഹിദ് എന്ന് പറയുന്ന ആളും ഇവരുടെ കൂടെ തന്നെ ഉണ്ടായിരുന്നു. അയാളെ കണ്ടതും ഹംസ പെട്ടെന്ന് തിരിച്ചറിഞ്ഞു. അയാൾ ഒരു യഥാർത്ഥ പാകിസ്ഥാനിയാണെന്നും ഈ രാജ്യത്തിന് വേണ്ടിയിട്ട് ഒരുപാട് സാക്രിഫൈസസ് ചെയ്തിട്ടുണ്ടെന്നും ഇക്ബാല് അയാളെ നോക്കി പറയുന്നുണ്ട്. അയാളായിരുന്നു ഇവർക്ക് വേണ്ടുന്ന ഡ്രഗ്സിന്റെ സാമ്പിൾ എല്ലാം കൊണ്ടുവന്നത്. ഓരോ സാമ്പിളും പരിശോധിച്ച ശേഷം ഗുർബാസ് അതിന്റെ ക്വാളിറ്റി എല്ലാം ഉറപ്പുവരുത്തുന്നു. ഹംസ വെറുതെ ഇവരോട് ചോദിക്കുന്നുണ്ട്, ഇത്രയും സെക്യൂരിറ്റി ഉള്ളപ്പം എങ്ങനെയാണ് ഈ ഡ്രഗ്സ് ഇന്ത്യയിലേക്ക് കടത്തുന്നതെന്ന്. അതൊക്കെ ഞങ്ങൾക്ക് വിട്ടേക്ക്. ഇതിനു മുമ്പ് ഞങ്ങൾ ഇതുപോലെ ഒരുപാട് ഡ്രഗ്സ് കടത്തിയിട്ടുണ്ടെന്നും നിങ്ങൾ ഈ അടുത്തിടെയല്ലേ ഇതിലേക്കൊക്കെ ചേർന്നത്, അതുകൊണ്ടാണ് നിങ്ങൾക്കൊന്നും അറിയാത്തതെന്നും അണ്ടർഗ്രൗണ്ട് ടണൽസ് ഉണ്ടെന്നും നേപ്പാളിലെയും ബംഗ്ലാദേശിലെയും ആൾക്കാർ അതൊക്കെ നോക്കിക്കൊള്ളുമെന്നുമാണ് ഗുർബാസ് പറയുന്നത്. കശ്മീരിലും UPയിലും എല്ലാം തന്നെ അതിനു വേണ്ടിയിട്ടുള്ള ആൾക്കാരും ഉണ്ട്. ബാക്കി ഡീലിംഗ് എല്ലാം തന്നെ രാത്രിയിൽ ഹംസയുടെ വീട്ടിൽ വെച്ച് നടക്കുന്ന പാർട്ടിയിൽ വെച്ച് നടത്താനായിരുന്നു ഇവരുടെ തീരുമാനം. ഗുർബാസിനെയും കൂട്ടരെയും ഹംസ തന്റെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുപോകുന്നു. ഹംസ ആലമിനോട് ഗുർബാസിനെ പറ്റി സംസാരിക്കുന്നു. കൂടാതെ ദാവൂദിനെ കൊല്ലാൻ വേണ്ടിയിട്ടുള്ള ആ സബ്സ്റ്റൻസും ഹംസ ആലമിന്റെ കയ്യിൽ നിന്നും വാങ്ങിക്കുന്നു. അതൊരു മോതിരത്തിനുള്ളിലാക്കിയായിരുന്നു ആലം കൊണ്ടുവന്നത്. അതിനിടയ്ക്ക് SP അവരോടും പറയുന്നുണ്ട്, ദുബായ് പോലീസ് പിടിച്ച ഉസൈറിനെ പാകിസ്ഥാനിലേക്ക് ഉടനെ തന്നെ കൊണ്ടുവരുന്നുണ്ടെന്ന്. ഉസൈർ ഇവിടേക്ക് എത്തിക്കഴിഞ്ഞാൽ ഉറപ്പായിട്ടും നിങ്ങളെ കൊല്ലില്ലേ എന്ന് ജമീൽ ചോദിച്ചതും അസ്ലാം പറയുന്നുണ്ട്, അവനെ ഇവിടുത്തെ ജയിലിലേക്കല്ലേ അവർ കൊണ്ടുവരുന്നത്, പക്ഷെ അവൻ ജയിലിലെത്തില്ല. എയർപോർട്ടിൽ നിന്നും അവൻ ജയിലിലേക്ക് പോകുന്ന വഴി എന്റെ ആൾക്കാർ അവനെ കൊല്ലും. ഉസൈറിനെ ഇഷ്ടപ്പെടുന്ന ആൾക്കാര് ഹംസയുടെ ഗ്യാങ്ങിലും ഉണ്ട്. അതുകൊണ്ട് അവരാരും പ്രശ്നമുണ്ടാക്കാതിരിക്കാൻ നീ ശ്രദ്ധിക്കണമെന്ന് അസ്ലാം ഹംസയോട് പറയുന്നു. അതിനിടയ്ക്ക് ഗുർബാസ് വന്ന് ഹംസയോട് ബാത്റൂം എവിടെയാണെന്ന് ചോദിക്കുന്നു. നന്നായിട്ട് മദ്യപിച്ചിരിക്കുന്നത് കാരണം ഒറ്റയ്ക്ക് കണ്ടുപിടിക്കാൻ വയ്യ, നിങ്ങളും കൂടെ വരാൻ പറയുന്നു. ഹംസ അവനെ ബാത്റൂമിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി. എന്നാൽ അവിടെ വെച്ച് ഗുർബാസ് ഹംസയോട് പറയുന്നുണ്ട്, എനിക്ക് നിന്നെ ഓൾറെഡി മനസ്സിലായി എന്ന്. അത് കേട്ടതും ഹംസയൊന്ന് ഞെട്ടി. ജസ്കീരത്ത് തന്നെയാണ് ഹംസ എന്ന് ഓൾറെഡി ഗുർബാസ് മനസ്സിലാക്കിയ ശേഷമാണ് ഇവിടേക്ക് വന്നത്. കാരണം മാസാമാസം വീട്ടിലേക്ക് ഗവൺമെന്റിൽ നിന്നും കാശ് വരുന്നത് എന്തുകൊണ്ടാണെന്ന് ഗുർബാസ് അന്വേഷിച്ചിട്ടുണ്ടായിരുന്നു. അതിലൂടെ ഗുർബാസിന് മനസ്സിലായിട്ടുണ്ടായിരുന്നു ജസ്കീരത്ത് ഇവിടെ സ്പൈ ആയിട്ട് കയറിയതാണെന്ന്. പക്ഷെ അതൊന്നും വന്ന് കണ്ട് കൺഫേം ചെയ്യാനായിരുന്നു ഗുർബാസിന്റെ തീരുമാനം. അതുകൊണ്ട് തന്നെ വേറെ ആരോടും ഗുർബാസ് ഇത് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. ശബ്ദം താഴ്ത്തി സംസാരിക്കാൻ ഹംസ പറയുന്നുണ്ട്. എന്നാൽ നന്നായിട്ട് ഡ്രഗ്സ് യൂസ് ചെയ്ത് നിൽക്കുന്ന
ഗുർബാസിന് ഹംസയെ മറ്റു പല രൂപത്തിലുമാണ് കാണുന്നത്. ഹംസ തന്നെ ഉപദ്രവിക്കാൻ വരുന്ന പോലെ തോന്നിയിട്ട് ഗുർബാസ് ഹംസയെ ആക്രമിക്കുന്നു. ആ ഫൈറ്റിനിടയിൽ വേറെ നിവർത്തിയില്ലാതെ ഹംസയ്ക്ക് ഗുർബാസിനെ കൊല്ലേണ്ടതായിട്ട് വരുന്നു. അല്ലെങ്കിൽ ഹംസയുടെ സത്യങ്ങളെല്ലാം മറ്റുള്ളവരറിയും. ഹംസയുടെ മിഷൻ നടക്കത്തുമില്ല. പക്ഷെ ഗുർബാസിനെ കൊന്നത് ഹംസയാണെന്ന് പുറത്തറിയാനും പാടില്ല. അതിനു വേണ്ടിയിട്ട് ഹംസയെ ഹെൽപ്പ് ചെയ്യുന്നത് ആലമായിരുന്നു. ആലം ആ സമയം അവിടേക്ക് കയറി വരികയും ഈ ഒരു സീൻ കണ്ടിട്ട് ഹംസയോട് പറയുകയും ചെയ്യുന്നുണ്ട്, ഇത് താൻ കൈകാര്യം ചെയ്തുകൊള്ളാം, നിന്റെ പേര് ഒരിക്കലും ഇതിൽ വരാൻ പാടില്ല എന്ന്. നിന്നെ കിട്ടിക്കഴിഞ്ഞാൽ അവർ വെറുതെ വിടില്ല. നിന്നെ കൊണ്ട് ഇനിയും നമ്മുടെ രാജ്യത്തിന് ഒരുപാട് ആവശ്യമുണ്ട്. അങ്ങനെ ഹംസ ആകെ തകർന്ന് പുറത്തേക്ക് പോയി. കുറച്ചു കഴിഞ്ഞപ്പോൾ അകത്തു നിന്നും എലീനയുടെ ബഹളം കെട്ടാണ് ആൾക്കാർ അവിടേക്ക് ഓടിക്കൂടുന്നത്. ഗുർബാസിന്റെ അടുത്ത് കയ്യിൽ ചോരയുമായിട്ട് ആലം ഇരിപ്പുണ്ടായിരുന്നു. അതോടുകൂടി എല്ലാവരും വിശ്വസിക്കുന്നുണ്ട് ആലം തന്നെയാണ് ഗുർബാസിനെ കൊന്നതെന്ന്. പലരും പറയുന്നുണ്ടായിരുന്നു ആലം ഒരു ഇന്ത്യൻ ഏജന്റ് ആണെന്ന്. നിന്റെ കൂടെ ആരൊക്കെയുണ്ട്, നീ എങ്ങനെ ഇവിടേക്ക് വന്നതെന്നൊക്കെ SP ആലമിനോട് ചോദിക്കുന്നു. എന്നാൽ ദേഷ്യത്തോടെ അവിടേക്ക് വന്ന ഹംസയാകട്ടെ പെട്ടെന്ന് ആലമിനെ നേരെ ഷൂട്ട് ചെയ്യുന്നു. ഇത് കണ്ടതും എല്ലാവരും ഒന്ന് ഞെട്ടി. ആലമിനെ കൊണ്ട് പല കാര്യങ്ങളും അവർക്ക് പറയിക്കാമായിരുന്നു. എന്നാൽ അതിനൊന്നും അനുവദിക്കാതെ ഹംസ അയാളെ ഷൂട്ട് ചെയ്ത് കൊന്നിരിക്കുന്നു. പക്ഷെ അതിന് ഹംസ പറയുന്ന ന്യായീകരണം ഇങ്ങനെയായിരുന്നു, എന്റെ വീട്ടിൽ കയറി വന്ന് എന്റെ ഗസ്റ്റിനെ കൊല്ലാൻ വേണ്ടി മാത്രം ധൈര്യം അവനുണ്ടോ എന്ന്. ദേഷ്യം വന്നുകൊണ്ട് തന്നെയാണ് താൻ അവനെ കൊന്നതെന്നും. പക്ഷെ ഹംസയുടെ ആ ഒരു ന്യായം SP അസ്ലാമിന്റെ മനസ്സിൽ സംശയങ്ങൾ ഉടലെടുക്കാൻ കാരണമായി. ആലമിനെ പിടിച്ചു കഴിഞ്ഞാൽ അവർ ടോർച്ചർ ചെയ്യുമെന്ന് ഹംസയ്ക്ക് അറിയാമായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് ആലം പറഞ്ഞ പ്രകാരം ഹംസ ആലമിനെ കൊന്നത്. പക്ഷെ തന്റെ കൈകൊണ്ട് അത് ചെയ്യേണ്ടി വന്നതിൽ ഹംസയും ആകെ തകർന്ന അവസ്ഥയിലായിരുന്നു. ഹംസയെ പറ്റി കൂടുതൽ കാര്യങ്ങൾ അന്വേഷിക്കാൻ SP തന്റെ ജൂനിയർ ഒമറിനോട് പറയുന്നു. ഇതെല്ലാം എലീനയും കേൾക്കുന്നുണ്ട്. എലീനയ്ക്കും സംശയം തോന്നാൻ ആരംഭിച്ചു. ഹംസയുടെ റൂമെല്ലാം തന്നെ എലീന പരിശോധിക്കുന്നു. സാധനങ്ങളെല്ലാം താഴേക്ക് വാരിയിടുന്നു. അതിനിടയിൽ ഒരു ചെറിയ ബാഗിനുള്ളിൽ ഒരു ബുക്കും ബോട്ടിൽ നിറച്ച ഒരു ദ്രാവകവും കാണുന്നുണ്ട്. താഴെക്കിട്ട സമയത്ത് ആ കുപ്പി പൊട്ടുകയും ദ്രാവകം ബുക്കിലേക്ക് പടരുകയും ചെയ്തു. അതോടുകൂടി ആ ബുക്കിൽ എഴുതിയിരുന്ന പല കാര്യങ്ങളും തെളിഞ്ഞു വരുന്നു. മൂവിയുടെ ഫസ്റ്റ് പാർട്ടിൽ പലപ്പോഴും ഹംസ ഈ ബുക്കുമായിട്ടിരുന്ന് എഴുതുന്നതും ഈ ദ്രാവകം അടുത്തിരിക്കുന്നതും എലീന കണ്ടിട്ടുണ്ടായിരുന്നു. എന്നാൽ ഇപ്പോഴാണ് ആ ദ്രാവകത്തിന്റെ യൂസ് എന്താണെന്ന് അവൾക്ക് മനസ്സിലായത്. എഴുതിയിരിക്കുന്ന കാര്യങ്ങളെല്ലാം തെളിഞ്ഞു കാണണമെങ്കിൽ ആ പേപ്പറിൽ ആ ദ്രാവകം തേക്കണം. ഇപ്പോൾ ആ ദ്രാവകം ബുക്കിലേക്ക് വേണ്ടത് കാരണം പേപ്പറിൽ എഴുതിയിരുന്നതെല്ലാം തെളിഞ്ഞു കാണുന്നുണ്ട്. അതിൽ എഴുതിയിരുന്ന കാര്യം വെച്ചിട്ട് എലീന മനസ്സിലാക്കുന്നുണ്ട് ഹംസ ഒരു ഇന്ത്യൻ ഏജന്റ് ആണെന്ന്. അവൾ ശരിക്കും തകർന്നുപോയി. ഈ കാര്യം ഉറപ്പിക്കാൻ വേണ്ടിയിട്ട് അവൾ ഹംസയുടെ അടുത്തേക്ക് വരുന്നു. ഹംസയ്ക്കും വേറെ വഴിയുണ്ടായിരുന്നില്ല. എല്ലാ സത്യങ്ങളും എലീനയോട് തുറന്നു പറയുന്നു. ഞാനിവിടെ വന്നത് ഈ രാജ്യത്തെ ദ്രോഹിക്കാനല്ല. ഈ രാജ്യത്തും ഞങ്ങളുടെ രാജ്യത്തും തീവ്രവാദം നടത്തുന്ന കുറെ ആൾക്കാരുണ്ട്. ഇവിടെ നിന്നാണ് ആ ആൾക്കാരെല്ലാം വരുന്നത്. അതേ തീവ്രവാദികൾ ഈ രാജ്യത്തുള്ള ആൾക്കാരെയും കൊല്ലുന്നുണ്ട്. അവരെ മാത്രം പിടിക്കുകയും അവരെ കൊല്ലുകയും വേണം. അതാണ് എന്റെ മിഷൻ. ആ തീവ്രവാദികൾ ഓരോരുത്തരോടും ചെയ്തിട്ടുള്ള ക്രൂരതകളെല്ലാം തന്നെ എലീനയോട് ഹംസ പറഞ്ഞു കൊടുക്കുന്നു. പറ്റുവാണെങ്കിൽ തന്നോട് ക്ഷമിക്കണമെന്നും ഹംസ പറയുന്നു. എലീനയ്ക്ക് കാര്യങ്ങളൊക്കെ മനസ്സിലായി. അവൾ ഹംസയോട് പറയുന്നുണ്ട്, നിനക്ക് എന്ത് ചെയ്യണമെങ്കിലും എത്രയും പെട്ടെന്ന് ചെയ്യണമെന്ന്. അസ്ലാമിന് ഓൾറെഡി നിന്റെ മേൽ ഡൗട്ട് ഉണ്ട്. അസ്ലാം തന്റെ നേരെ വരുന്നുവെന്ന് മനസ്സിലാക്കിയ ഹംസയാകട്ടെ ബലോച്ച് യുണൈറ്റഡ് ഫോഴ്സ് നേതാവായ ഷിറാനിയുമായിട്ട് ഒരു ഡീല് വെക്കുന്നു. റഹ്മാനെ കൊല്ലുകയും പിന്നീട് നിങ്ങളുടെ മകനെ കൊല്ലുകയും എല്ലാം ചെയ്തത് അസ്ലാമാണ്. അസ്ലാം ഇനി ജീവിച്ചിരിക്കാൻ പാടില്ല. അയാളെ എത്രയും പെട്ടെന്ന് കൊല്ലണം. അതായിരുന്നു അവരുടെ പ്ലാനിങ്. ഇവിടെ ഉമർ ഹംസയെ പറ്റി കൂടുതൽ കാര്യങ്ങൾ അന്വേഷിച്ചെങ്കിലും ഒന്നും തന്നെ കണ്ടെത്താൻ സാധിച്ചില്ല. അതിനിടയ്ക്ക് മറ്റൊരാൾ വന്ന് അസ്ലാമിനോട് പറയുന്നുണ്ട് ഹംസ ബലൂച്ച് നേതാവ് ഷിറാനിയെ കാണാൻ പോയിരുന്നുവെന്നും അവർ ഉസൈറിനെ രക്ഷിക്കാനുള്ള ശ്രമത്തിലാണെന്നും. ഇതോടുകൂടി അസ്ലാമിന് മനസ്സിലായി അവർ ഉസൈറിനെ രക്ഷിക്കുകയും തന്നെ കൊല്ലുകയും ചെയ്യാനുള്ള പ്ലാനിംഗ് ആണെന്ന്. അത് കാരണം തൽക്കാലം ഉസൈറിനെ പിടിക്കാൻ പോകുന്ന ആ മിഷന് അസ്ലാം പോകുന്നില്ല. തന്റെ ജൂനിയർ ഒമറിനെയാണ് പറഞ്ഞുവിടുന്നത്. എന്നിട്ട് അസ്ലാം തന്നെ കൊല്ലാൻ പ്ലാനിട്ട ഹംസയെ കൊല്ലാൻ വേണ്ടി പോകുന്നു. പക്ഷെ ഇവരുടെ ഓഫീസിന് പുറത്ത് വാച്ച് ചെയ്തുകൊണ്ടിരുന്ന ഹംസയുടെ ആള് ഹംസയെ അറിയിക്കുന്നുണ്ട് അസ്ലാം ഏത് വഴിക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അസ്ലാം തന്നെ തേടി തന്റെ വീടിന്റെ അടുത്തേക്കാണ് വരുന്നതെന്ന് മനസ്സിലാക്കിയ ഹംസയാകട്ടെ മറ്റൊരു പ്ലാൻ ഇട്ടിട്ടുണ്ടായിരുന്നു. അസ്ലാമിന്റെ വണ്ടിയിലേക്ക് ഇടിക്കാൻ വേണ്ടി ചാവേറായിട്ട് ഹംസയുടെ ഒരാള് കാറുമായി പോകുന്നുണ്ട്. അയാളുടെ വണ്ടിയിൽ ബോംബുണ്ടായിരുന്നു. അതും കൊണ്ടുപോയി അസ്ലാമിന്റെ വണ്ടിയിൽ ഇടിക്കുകയും ബ്ലാസ്റ്റ് നടന്ന് അസ്ലാം മരിക്കുകയും ചെയ്തു. പിന്നീട് കാണിക്കുന്നത് അസ്ലാമിന്റെ മരണാനന്തര ചടങ്ങുകളാണ്. അസ്ലാം പോയതോടുകൂടി ഇക്ബാല് ഒമറിന്റെ കൂടെ കൈകോർക്കുന്നു. ഇനി അസ്ലാമിന് പകരം തങ്ങളുടെ എല്ലാ കാര്യത്തിനും ഒമർ കൂടെ ഉണ്ടാകണമെന്ന് പറയുന്നു. ദുബായിൽ നിന്നും പാകിസ്ഥാനിലേക്ക് എത്തിയ ഉസൈറിന് 12 വർഷത്തെ ജയിൽവാസമാണ് പറഞ്ഞിരിക്കുന്നത്. ഹംസ ഉസൈറിനോട് പറയുന്നുണ്ട് എത്രയും പെട്ടെന്ന് നിന്നെ പുറത്തിറക്കാനുള്ള കാര്യങ്ങളെല്ലാം ഞങ്ങൾ നോക്കുന്നുണ്ട്, നിനക്ക് ഇവിടെ ഒരു കുറവും ഉണ്ടാകില്ല എന്ന്. അതിനുശേഷം ഹംസ നേരെ പോകുന്നത് ദുബായിലേക്കാണ്. ആ സമയം ഇന്ത്യ നടത്തിയ ഒരു സർജിക്കൽ സ്ട്രൈക്കിനെ പറ്റിയുള്ള ന്യൂസുകളെല്ലാം തന്നെ അവിടെ ടിവിയിൽ കാണിക്കുന്നുണ്ടായിരുന്നു. തങ്ങളുടെ സോൾജേഴ്സിനെ കൊന്നതിന് തങ്ങൾ പകരം വീട്ടിയിരിക്കുമെന്ന് പ്രൈം മിനിസ്റ്റർ മോദി പറയുകയും ആർമിക്ക് പൂർണ്ണമായിട്ടും തീരുമാനങ്ങൾ എടുക്കാനുള്ള അധികാരം കൊടുക്കുകയും ചെയ്തു. ഹംസ അവിടെ എത്തിയത് അജയ് സനേലിനെ കാണാനായിരുന്നു. കനേനി ബ്രദേഴ്സിലെ അൽത്താഫ് കനേനിയെ US പോലീസ് പിടിച്ചുവെന്ന് അജയ് പറയുന്നു. നേപ്പാൾ വഴി 11,000 കോടി രൂപ ഇന്ത്യയിലേക്ക് വരുന്നത് അജയ് അറിഞ്ഞിട്ടുണ്ടായിരുന്നു. എന്നാൽ അത് മാത്രമല്ല 60,000 കോടി വേറെയും വരുന്നുണ്ടെന്ന് ഹംസ അവർക്ക് ഇൻഫർമേഷൻ കൊടുത്തു. നേപ്പാളിലുള്ള യാക്കൂബ് അൻസാരി കാഠ്മണ്ഡു വഴി ഇന്ത്യയിലുള്ള അത്തീഫ് അഹമ്മദിലേക്കാണ് ഈ പണം എത്തിക്കുന്നത്. UP ഇലക്ഷനിലും ടെററിസത്തിലും ഫണ്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ കാശ് വരുന്നത്. അവർ പ്ലാൻ ചെയ്ത പ്രകാരം ഈ ക്യാഷ് മുഴുവൻ ഇന്ത്യയിൽ എത്തിക്കഴിഞ്ഞാൽ നമ്മുടെ കൺട്രോളിലായിരിക്കില്ല ഒരു കാര്യങ്ങളും. അതുകൊണ്ട് അതെങ്ങനെയെങ്കിലും തടയണം. എന്നാൽ ഓൾറെഡി തന്നെ പാകിസ്ഥാനിൽ നിന്നുള്ള ഫണ്ടിങ് നിർത്താൻ വേണ്ടിയിട്ടുള്ള പല പ്ലാനിങ്ങും ഇവർ ഇവിടെ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. കൂടാതെ ഹംസയോട് അജയ് പറയുന്നുണ്ട് നിന്റെ മിഷന്റെ അടുത്ത ഘട്ടത്തിലേക്ക് കടക്കാൻ സമയമായി എന്ന്. ഇനി
ഓരോരുത്തരോടും നിനക്ക് റിവഞ്ച് ചോദിക്കാം, നിനക്ക് ഇഷ്ടമുള്ളതെല്ലാം ചെയ്യാം. അവൻ എന്തിനു വേണ്ടിയിട്ടാണോ അവിടേക്ക് പോയത് ആ മിഷൻ കംപ്ലീറ്റ് ആക്കാനുള്ള സമയമായി എന്നതായിരുന്നു അജയ് ഉദ്ദേശിച്ചത്. ഇനി അവിടെ ഫേക്ക് ആയിട്ട് പിടിച്ചു നിൽക്കേണ്ട കാര്യമില്ല, ടെററിസ്റ്റുകളെ എല്ലാം തന്നെ കൊന്നെടുക്കാനുള്ള സമയമായി. ഹംസ അവിടെ നിന്നും പോയ ശേഷം അജയും സുശാന്ത് ബൻസാലും ചേർന്നിട്ട് പ്രൈം മിനിസ്റ്ററെയും ഹോം മിനിസ്റ്ററെയും കണ്ട് ഈ കാര്യങ്ങൾ അവതരിപ്പിക്കാൻ പോകുന്നു. ഓപ്പറേഷൻ ഗ്രീൻ ലീഫ് സ്റ്റാർട്ട് ചെയ്യാനുള്ള സമയമായി എന്ന് അജയ് പറയുന്നുണ്ട്. അങ്ങനെ 2016 നവംബർ 8 ഇന്ത്യൻ പ്രൈം മിനിസ്റ്റർ നരേന്ദ്രമോദി ഒരു പ്രഖ്യാപനം നടത്തുന്നു. അന്ന് രാത്രി മുതൽ ഇന്ത്യയിലെ 500,000 നോട്ടുകൾ അസാധുവായിരിക്കും. ആ നോട്ടുകളെല്ലാം തന്നെ സാധാരണ ആൾക്കാർ ബാങ്കിലേക്ക് കൊണ്ടെത്തിക്കണം. ഈ ന്യൂസ് കണ്ട പാകിസ്ഥാനിലുള്ള ഇക്ബാൽ ഉൾപ്പെടെ എല്ലാവരും ഞെട്ടിത്തരിച്ചിരിക്കുകയായിരുന്നു. പ്ലാൻ ചെയ്ത പ്രകാരം അവർക്കിനി ഫണ്ട് ഇന്ത്യയിലേക്ക് കൊണ്ടുപോകാൻ പറ്റില്ല. കാരണം ഇവരുടെ കയ്യിലുള്ളതും 500,000 നോട്ടുകളാണ്. അതെല്ലാം ഇന്ത്യയിൽ നിരോധിച്ചിരിക്കുകയാണ്. ഇനി അങ്ങോട്ടേക്ക് കൊണ്ടുപോയിട്ട് കാര്യമില്ല. എന്ത് ചെയ്യണമെന്നറിയാതെ ആകെ ടെൻഷനായിരിക്കുന്ന ജാവേദ് ഖാനെ ഹംസയെ വിളിക്കുന്നു. പ്രശ്നങ്ങളൊക്കെ താൻ തീർക്കാം, നിങ്ങളിപ്പോ എവിടെയാ ഉള്ളത്, ഞാൻ അവിടേക്ക് വരാമെന്ന് പറയുന്നു. ജാവേദ് ഖാനെ പറയുന്നുണ്ട് ആ പണമിരിക്കുന്ന സ്ഥലത്താണ് താനുള്ളത്, താൻ ഇവിടെ ഒറ്റയ്ക്കാണെന്ന്. ഹംസ അവിടേക്ക് എത്തുന്നു. ജാവേദ് ഖാനയോട് സംസാരിക്കുന്നു. അയാളുടെ ബ്രദറിനെ US പോലീസ് പിടിച്ച കാര്യം സംസാരിക്കുന്നുണ്ട്. 25 വർഷമാണ് ജാവേദ് ഖാനയുടെ ബ്രദറിന് ശിക്ഷ ലഭിച്ചിരിക്കുന്നത്. ഇത്രയും വലിയൊരു പ്രശ്നത്തിൽ നമ്മളെ ആക്കിയ ഹിന്ദുസ്ഥാനികളെ ഒന്നും തന്നെ നമ്മൾ വെറുതെ വിടാൻ പാടില്ല എന്നും അവരോട് ഇതിനെല്ലാം പകരം ചോദിക്കണമെന്നും കനേനി പറഞ്ഞത് മാത്രമേ കനേനിക്ക് ഓർമ്മയുണ്ടായിരുന്നുള്ളൂ. അടുത്ത നിമിഷം തന്റെ രാജ്യത്തോട് ആരും ഒന്നും ചെയ്യാൻ താൻ സമ്മതിക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഹംസ അയാളെ അവിടെ നിന്നും താഴേക്ക് തള്ളിയിടുന്നു. അയാൾ ചെന്ന് വീണത് ഒരു ട്രാൻസ്ഫോമറിലാണ്. അവിടെ എല്ലാം തന്നെ തീപിടിക്കുന്നു. ഹംസ തന്നെ ആ നോട്ടുകെട്ടുകളെല്ലാം കത്തിച്ചു കളയുന്നു. ഹംസ കൊടുത്ത ഇൻഫർമേഷൻ പ്രകാരം UP-യിലുണ്ടായിരുന്ന അത്തീഫ് അഹമ്മദിനെയും അജയുടെ ആൾക്കാരെ അറസ്റ്റ് ചെയ്യുന്നു. ഒമർ അപ്പോഴും ഹംസയുടെ പിന്നിലുള്ള രഹസ്യങ്ങൾ കണ്ടുപിടിക്കാനുള്ള ശ്രമത്തിലായിരുന്നു. ഹംസയുടെ ചുറ്റുമുള്ള പല ആൾക്കാരും കൊല്ലപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്, SP അസ്ലാം ഉൾപ്പെടെ. ഇതിന്റെ പിന്നിൽ ഹംസ തന്നെയാണോ എന്നതായിരുന്നു ഒമറിന്റെ ഡൗട്ട്. പിന്നീട് അങ്ങോട്ട് അൺനോൺ ഗൺമാന്റെ കളിയായിരുന്നു. പാകിസ്ഥാനിലുള്ള പല ടെററിസ്റ്റുകളും കൊല്ലപ്പെടുന്നു. ഇന്ത്യൻ സ്പൈ പലയിടത്തും ഉണ്ടായിരുന്നു. ടെററിസ്റ്റുകളുടെ നേതാക്കള് ഓരോരുത്തരായി മരിച്ചുകൊണ്ടിരിക്കുന്നതോടുകൂടി ബാക്കിയുള്ള ആൾക്കാരും ആകെ ടെൻഷനിലായി. ഓരോരുത്തരായി കൊല്ലപ്പെടുന്നതിന്റെ ഡീറ്റെയിൽസ് എല്ലാം തന്നെ അപ്പോപ്പം ഹംസയ്ക്ക് കിട്ടുന്നുണ്ടായിരുന്നു. ചില ആൾക്കാരെ എല്ലാം തന്നെ റിസ്വാന്റെ കൂടെ ചേർന്നിട്ട് ഹംസ തന്നെയാണ് കൊല്ലുന്നത്. ഇത് കാരണം ഏറ്റവും കൂടുതൽ ടെൻഷൻ അടിച്ചത് ആ പ്ലെയിൻ ഹൈജാക്ക് ചെയ്ത സാഹിദ് എന്ന് പറയുന്ന ആളായിരുന്നു. ഒടുവിൽ ഹംസയും റിസ്വാനും അയാളെ തേടിയുമെത്തി. ബാക്കിൽ നിന്നും അയാളെ ആക്രമിക്കുന്നു. ഹംസ തന്നെ ആക്രമിക്കുന്ന കണ്ടിട്ട് സാഹിദും ഞെട്ടിത്തരിച്ചിരിക്കുകയായിരുന്നു. എന്നാൽ ഹംസ അപ്പോൾ തന്റെ ഐഡന്റിറ്റി അയാളോട് വെളിപ്പെടുത്തുന്നു. കൂടാതെ അജയെ ഫോണിൽ വീഡിയോ കോൾ ചെയ്യുന്നു. അജയെ കാണിച്ചുകൊണ്ട് സാഹിദിനെ ഒരുപാട് ഉപദ്രവിക്കുന്നു. അന്ന് പ്ലെയിൻ ഹൈജാക്ക് ചെയ്ത സമയത്ത് അവിടെ ഉണ്ടായിരുന്ന ആരെക്കൊണ്ടും ഭാരത് മാതാ കി ജയ് എന്ന് വിളിപ്പിക്കാൻ സാഹിദ് സമ്മതിച്ചിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ വിളിക്കുന്നവരെ കൊന്നുകളയുമെന്ന് സാഹിദ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇന്ന് അതേ സാഹിദിനെ കൊണ്ട് തന്നെ ഭാരത് മാതാ കി ജയ് എന്ന് അജയ് വിളിപ്പിക്കുന്നു. അതിനുശേഷമാണ് ഹംസ അയാളെ കൊന്നുകളയുന്നത്. ഇങ്ങനെ ഓരോരുത്തരായിട്ട് കൊല്ലപ്പെടുന്നത് ഒമറും ശ്രദ്ധിക്കുന്നുണ്ട്. ഇതോടുകൂടി ഹംസയുടെ മേലുള്ള ഒമറിന്റെ ഡൗട്ട് കൂടിക്കൂടി വരികയായിരുന്നു. അടുത്തതായിട്ട് ദാവൂദിനെ കൊല്ലാനായിരുന്നു ഹംസ പ്ലാനിട്ടത്. അതിനുവേണ്ടിയിട്ട് ആലം കൊണ്ടുകൊടുത്ത ആ മെർക്കുറി സബ്സ്റ്റൻസ് ഒരു ബാൻഡേജിലാക്കി തന്റെ കയ്യിൽ ഹംസ കെട്ടുന്നുണ്ട്. ഹോസ്പിറ്റലിൽ വെച്ചിട്ട് ദാവൂദിന്റെ കയ്യിൽ ചുംബിക്കുമ്പോൾ സ്കിൻ വഴി അത് അയാളുടെ ശരീരത്തിലേക്ക് കയറ്റാനായിരുന്നു ഹംസയുടെ തീരുമാനം. അത് ശരീരത്തിൽ എത്തിക്കഴിഞ്ഞാൽ സ്ലോ പോയിസൺ ആയിട്ടാണ് എഫക്ട് ചെയ്യുന്നത്. ആദ്യം ഫുഡ് പോയിസന്റെ സിംറ്റംസ് ആയിരിക്കും കാണിക്കുന്നത്. പിന്നീട് പതിയെ കിഡ്നി ലിവറും എല്ലാം തകരാറിലായി ആള് മരിക്കും. എന്നാൽ തങ്ങളുടെ പ്ലാനുകളെല്ലാം ഫെയിലായിരിക്കുന്നത് കാരണം ദാവൂദ് ഇന്ത്യയിൽ പുതിയൊരു ആക്രമണം നടത്താനുള്ള പ്ലാൻ ഇടുകയായിരുന്നു. ലഷ്കർ-e തൊയ്ബ ക്യാമ്പിൽ നിന്നും ആൾക്കാരെ ഇറക്കണം. അവരെയെല്ലാം ബോർഡർ ക്രോസ് ചെയ്ത് ഇന്ത്യയിലേക്ക് അയക്കണം. UP-യിലുള്ള അത്തീഫ് അഹമ്മദിനെ ഇതെല്ലാം ഇൻഫോം ചെയ്യണം. എന്നാൽ അത്തീഫ് ജയിലിലല്ലേ എന്ന് ഒരാൾ ചോദിക്കുമ്പോൾ ഇക്ബാൽ പറയുന്നുണ്ട് ജയിലിലാണെങ്കിലും അത്തീഫിന് അവിടെ ഇരുന്നു കൊണ്ട് എന്തും ചെയ്യാൻ പറ്റുമെന്ന്. അയാൾ ജീവനോടെ ഇരിക്കുന്നിടത്തോളം കാലം എവിടെ ഇരുന്നും അയാൾ നമ്മളെ ഹെൽപ്പ് ചെയ്യും. ഈ മിഷന് വേണ്ടിയിട്ടുള്ള ആയുധങ്ങളെല്ലാം എത്തിച്ചു കൊടുക്കേണ്ട ജോലി ഹംസയാണ് ദാവൂദ് ഏൽപ്പിക്കുന്നത്. അങ്ങനെ കാര്യങ്ങൾ പ്ലാൻ ചെയ്ത ശേഷം ഓരോരുത്തരും ദാവൂദിന്റെ കൈപിടിച്ച് ചുംബിച്ചിട്ട് പോവുകയായിരുന്നു. ആ സമയം ദാവൂദിന്റെ കയ്യിൽ പിടിക്കാൻ ഹംസയും റെഡിയായി നിൽക്കുകയായിരുന്നു. തന്റെ കയ്യിലുള്ള മെർക്കുറി അയാളുടെ ശരീരത്തിലേക്ക് കയറ്റിവിടാനായിരുന്നു ഹംസ കാത്തുനിന്നത്. എന്നാൽ അതിനിടയ്ക്ക് അയാളുടെ ആരോഗ്യസ്ഥിതി വഷളായത് കാരണം നേഴ്സുമാരെല്ലാം ഓടി വന്നു. ദാവൂദിന് കൈകൊടുക്കാൻ ഹംസയ്ക്ക് സാധിച്ചില്ല. ഇക്ബാൽ തന്റെ പ്ലാനെല്ലാം തന്നെ ജയിലിലുള്ള അത്തീഫിനെ അറിയിക്കുന്നുണ്ട്. അത്തീഫ് ഫോണിൽ സംസാരിക്കുന്നത് അവിടെയുള്ള ഒരു പോലീസുകാരനും നോട്ട് ചെയ്യുന്നു. ഹംസ പുതിയൊരു മിഷൻ ഇറങ്ങി പുറപ്പെട്ടിരിക്കുകയാണ്. ഇനിയൊരു തിരിച്ചുവരവ് ഉണ്ടാവൂന്ന് പോലും ഹംസയ്ക്ക് അറിയില്ല. അവൻ എലീനയോട് പറയുന്നുണ്ട് നിങ്ങൾ സേഫ് ആയിട്ട് ഇവിടെ നിന്ന് മറ്റൊരിടത്തേക്ക് പോകണം, ടിക്കറ്റ് എല്ലാം ഞാൻ ഇതിൽ വെച്ചിട്ടുണ്ടെന്ന്. ഹംസ എലീനയോട് യാത്ര പറയുന്നതെല്ലാം തന്നെ ഒമർ രഹസ്യമായിട്ട് നിരീക്ഷിക്കുന്നുണ്ടായിരുന്നു. ഒമറിന്റെ സംശയങ്ങൾ കൂടി വന്നുകൊണ്ടേയിരുന്നു. ആ സമയം ഇന്ത്യയിലേക്ക് അയക്കാനുള്ള ടെററിസ്റ്റുകളെ നേരിൽ പോയി കണ്ട് ഇക്ബാൽ സംസാരിക്കുന്നു. ഹംസ പോയി കഴിയുമ്പോൾ ഒമറാകട്ടെ എലീനയുടെയും കുട്ടിയുടെ അടുത്തേക്ക് എത്തുന്നു. എലീനയുടെ കുട്ടിയെ കൊന്നുകളയുമെന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തി എലീനയെ കൊണ്ട് സത്യങ്ങൾ പറയിക്കുന്നു. ഹംസ എന്തായാലും തങ്ങൾ കൊല്ലും, പക്ഷെ ഹംസ ഇന്ത്യൻ ഏജന്റ് ആണോ അല്ലയോ എന്ന് മാത്രം നീ പറഞ്ഞാ മതി. തന്റെ കുഞ്ഞിനെ രക്ഷിക്കാൻ വേറെ നിവർത്തിയില്ലാതെ എലീനയ്ക്ക് ഹംസ ഇന്ത്യൻ ഏജന്റ് ആണെന്ന് സമ്മതിക്കേണ്ടതായിട്ട് വരുന്നു. അതിനിടയ്ക്ക് ഇക്ബാലും കൂട്ടരും കാണുന്നുണ്ട് ജയിലിൽ നിന്നും മെഡിക്കൽ ടെസ്റ്റിന് വേണ്ടി അത്തീഫ് അഹമ്മദിനെ പുറത്തേക്കിറക്കിയപ്പോൾ ആരോ അയാളെ ഷൂട്ട് ചെയ്ത് കൊല്ലുന്നത്. തങ്ങളുടെ ഇൻഫർമേഷൻ എവിടെയൊന്നോ ചോരുന്നുണ്ടെന്ന് ഇക്ബാലിന് മനസ്സിലായി. ആ സമയത്ത് തന്നെ ഒമർ ഇക്ബാലിനെ കോൾ ചെയ്ത് ഹംസ ഇന്ത്യൻ ഏജന്റ് ആണെന്നുള്ള കാര്യം കൺഫേം ചെയ്ത കാര്യം പറയുന്നുണ്ട്. ഇതോടെ
ഇതോടെ ഇക്ബാൽ ആകെ ദേഷ്യത്തിലായിരുന്നു. കൂടെ നിന്ന് ഇത്രയും കാലം ചതിച്ചത് ഹംസ തന്നെയാണെന്ന് ഇക്ബാലിന് മനസ്സിലായി. വീട്ടിലേക്ക് എത്തിക്കഴിയുമ്പോൾ ഇക്ബാലിനോട് ഇക്ബാലിന്റെ അച്ഛൻ വീണ്ടും വഴക്കുണ്ടാക്കാൻ ആരംഭിച്ചു. എന്നാൽ ഇക്ബാൽ ഇത്തവണ നല്ല ദേഷ്യത്തിലായിരുന്നു. 1971 ഇന്ത്യ പാക് യുദ്ധസമയത്ത് നിങ്ങൾ നിങ്ങളുടെ ജീവൻ രക്ഷിക്കാൻ വേണ്ടിയിട്ട് സ്വന്തം ആർമിയെ തന്നെ അടിയറവ് പറയിപ്പിച്ചു. പാകിസ്ഥാനെ സ്പ്ലിറ്റ് ചെയ്തു. നമ്മുടെ പട്ടാളക്കാരെ ഇന്ത്യൻ സോൾജിയേഴ്സ് ഹ്യൂമിലിയേറ്റ് ചെയ്തു. അതിനെല്ലാം കാരണം നിങ്ങളാണ് എന്ന് പറഞ്ഞുകൊണ്ട് സ്വന്തം അച്ഛനെ തന്നെ ഇക്ബാൽ കൊല്ലുന്നു. പിന്നീട് ഹംസയുടെ പകരം വീട്ടാൻ കാത്തിരിക്കുകയായിരുന്നു ഇക്ബാല്. ദാവൂദ് പറഞ്ഞ പ്രകാരം ആയുധങ്ങളുമായിട്ട് ഹംസയും കൂട്ടരും ഇക്ബാലിനെ കാണാൻ വേണ്ടി വരുന്നു. ആയുധങ്ങളുമായിട്ട് ഇക്ബാലിന്റെ ആൾക്കാര് താഴെയുള്ള റൂമിലേക്ക് പോയി. ഇതിന് പകരമായിട്ട് കൂടെ വന്ന റിസ്വാന്റെ കയ്യില് ഇക്ബാലിന്റെ ആൾക്കാർ പണം കൊടുക്കുകയും ചെയ്തു. ആ പണം കാറിലേക്ക് കൊണ്ടുവെക്കാൻ പോയ റിസ്വാൻ കാണുന്നുണ്ട് അതിനുള്ളിൽ ക്യാഷ് ഉണ്ടായിരുന്നില്ല എന്ന്. പക്ഷേ തിരിച്ചെത്തുമ്പോഴേക്കും ഇക്ബാലിന്റെ ആൾക്കാർ ഡോർ ക്ലോസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അകത്ത് ഹംസ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഇന്ത്യൻ സ്പൈ ആയിട്ട് തങ്ങളുടെ കൂടെ നിന്ന് ചതിച്ച ഹംസയെ ഇക്ബാൽ പിന്നിൽ നിന്നും കുത്തുന്നു. കുത്തേറ്റ് വീണ ഹംസയാകട്ടെ പേടിക്കാതിരുന്ന് ചിരിക്കുകയായിരുന്നു. അതിന് കാരണം മറ്റൊന്നായിരുന്നു. ഇവിടേക്ക് വരുന്നതിന് മുമ്പ് ഹംസ മറ്റൊരു ഡീല് കൂടി ബലൂച്ച് യുണൈറ്റഡ് ഫോഴ്സ് നേതാവായ ഷിറാനിയുടെ കൂടെ നടത്തിയിട്ടാണ് വന്നത്. ബലൂജികളെ കൊന്ന ആൾക്കാരുടെ കൂട്ടത്തില് ഇക്ബാലും ഇക്ബാലിന്റെ ആൾക്കാരും ഉണ്ട്. അതുകൊണ്ട് അവരോടെല്ലാം പകരം വീട്ടാൻ ഷിറാനിയും കാത്തിരിക്കുകയായിരുന്നു. ഇവർ ഇവിടെ നിന്നും കൊണ്ടുപോയ ആ ആയുധങ്ങൾക്കടിയിൽ ബോംബുകൾ ഉണ്ടായിരുന്നു. ആ ബോംബുകൾ പുറത്തുനിന്ന് റിസ്വാൻ ആക്ടിവേറ്റ് ചെയ്യുന്നു. അതുപോലെ തന്നെ ഷിറാനിയും ഷിറാനിയുടെ ആൾക്കാരും പാകിസ്ഥാൻ ഫോഴ്സിന്റെ വേഷവും ധരിച്ച് പുറത്ത് കാത്തു നിൽപ്പുണ്ടായിരുന്നു ഇക്ബാലിന്റെ ആൾക്കാരെ കൊല്ലാൻ വേണ്ടി. ഇക്ബാൽ ഹംസയെ കൊല്ലുന്നതിന് മുമ്പ് അവിടെ ബോംബ് ബ്ലാസ്റ്റ് ഉണ്ടാവുകയും ഇക്ബാലിന്റെ ഒരുപാട് ആൾക്കാർ മരിക്കുകയും ചെയ്തു. പുറത്തേക്ക് വന്ന ആൾക്കാരെ എല്ലാം തന്നെ ഷിറാനിയുടെ ആൾക്കാർ കൊല്ലുകയും ചെയ്തു. ഇക്ബാൽ അവിടെ നിന്ന് രക്ഷപ്പെട്ടു പോകുന്നത് കണ്ടിട്ട് ഹംസ അയാളുടെ പിറകെ പോകുന്നുണ്ട്. പിന്നെ ഇക്ബാലും ഹംസയും തമ്മിൽ വലിയൊരു ഫൈറ്റ് തന്നെയാണ് നടക്കുന്നത്. ദേഷ്യത്തോടെ ഇക്ബാൽ പറയുന്നുണ്ട്, നീ എന്നെ കൊന്നാലും എന്നെ പോലെ ഒരുപാട് ആൾക്കാർ നിന്റെ രാജ്യത്തേക്ക് വരും. ഇനിയും അവിടെ അക്രമങ്ങൾ നടത്തും. എന്നെ പോലെ ഒരാളെ ഇല്ലാതാക്കിയത് കൊണ്ട് ഒന്നും അവസാനിക്കാൻ പോകുന്നില്ല. എന്നാൽ ഇന്ത്യയിൽ നടത്തിയ ഒരുപാട് ഭീകരാക്രമണങ്ങൾക്ക് പിന്നിൽ പ്രവർത്തിച്ച ഇക്ബാലിനെ അതിക്രൂരമായിട്ട് തന്നെയാണ് ഹംസ കൊല്ലുന്നത്. ഇക്ബാലിന്റെ ഒരു കാല് മുറിക്കുകയും അവിടെയുള്ള കെരോസിൻ ടാങ്കിന്റെ മുകളിൽ അയാളെ കെട്ടിവെച്ച ശേഷം ഒരു ബ്ലാസ്റ്റ് ഉണ്ടാക്കിയാണ് കൊന്നത്. ഇക്ബാലിനെ കൊന്ന ശേഷം അവശനിലയിലിരുന്നു കൊണ്ട് ഹംസ എലീനയെ വിളിക്കുന്നുണ്ട്. ഒമർ അവിടെ വരികയും എലീന സത്യം തുറന്ന് പറയുകയും ചെയ്ത കാര്യങ്ങളെല്ലാം തന്നെ ഹംസയെ അവൾ അറിയിക്കുന്നു. ഏതു നിമിഷവും ഒമറും കൂട്ടരും ഇവിടെ എത്തുമെന്ന് ഹംസയ്ക്ക് ഉറപ്പായി. അവനിനി എന്ത് വേണമെങ്കിലും സംഭവിക്കാം. എലീനയെ ഇനി കാണാൻ പോലും സാധിക്കില്ല. പക്ഷെ അതിനു മുമ്പ് തന്റെ യഥാർത്ഥ പേര് ജസ്കിരത്ത് എന്നാണെന്ന് ഹംസ എലീനയോട് പറയുന്നുണ്ട്. അവളുടെ വാഗൊണ്ട് തന്റെ പേര് വിളിച്ചു കേൾക്കാൻ അവൻ ആഗ്രഹിച്ചിരുന്നു. അവൾ അത് വിളിക്കുകയും ചെയ്തു. പെട്ടെന്ന് ഹംസ ഫോൺ കട്ട് ചെയ്തു. അപ്പോഴേക്കും ഒമറും മറ്റു പോലീസുകാരും വന്ന് ഹംസയെ പിടിച്ചിട്ടുണ്ടായിരുന്നു. അവർ ഹംസയെ ക്രൂരമായി ഉപദ്രവിക്കാൻ ആരംഭിച്ചു. ഹംസ എങ്ങനെയാണ് ഇവിടെ എത്തിയതെന്നും അവന്റെ യഥാർത്ഥ മിഷൻ എന്തായിരുന്നുവെന്നും ഇതിന് പിന്നിൽ ആരൊക്കെയാണെന്നും അവർ ചോദിക്കാൻ ആരംഭിച്ചു. പാകിസ്ഥാൻ ഇന്റലിജൻസ് തലവൻ ഹസനായിരുന്നു അതിന് നേതൃത്വം കൊടുത്തുകൊണ്ടിരുന്നത്. എന്നാൽ ആ സമയം ഇന്ത്യൻ IB ഡയറക്ടർ അജയ് ആകട്ടെ ഈ ഹസനെ വിളിക്കുന്നുണ്ട്. ഹംസയെ വെറുതെ വിടണമെന്നായിരുന്നു ആവശ്യം. അല്ലാത്ത പക്ഷം ഹസന്റെ ഒരു സീക്രട്ട് പുറത്താക്കുമെന്നും പറയുന്നു. ഈ ഹസന് ഇസ്രായേലിലുള്ള ഇന്റലിജൻസുമായിട്ട് കൈകോർത്തിട്ടുണ്ടായിരുന്നു. പാകിസ്ഥാന്റെ പല കാര്യങ്ങളും ഇസ്രായേൽ ഇന്റലിജൻസിനെ അറിയിക്കുന്നത് ഈ ഹസനായിരുന്നു. ഇസ്രായേലിൽ നിന്നും കിട്ടിയ ആ വീഡിയോസ് എല്ലാം തന്നെ അജയ് ഹസൻ അയച്ചു കൊടുക്കുന്നു. അത് കണ്ടതും ഹസൻ പേടിക്കുന്നു. ഇസ്രായേൽ ഇന്ത്യയോട് ഇത് മറച്ചുവെക്കുമെന്ന് നിങ്ങൾ കരുതിയോന്നും അജയ് അയാളോട് ചോദിക്കുന്നുണ്ട്. അതോടെ ഹസൻ ശരിക്കും പേടിച്ചു. കാരണം ഈ വീഡിയോസ് പുറത്തു വന്നു കഴിഞ്ഞാൽ അയാളുടെ രാജ്യം അയാളെ വെറുതെ വിടില്ല എന്ന് അയാൾക്ക് ഉറപ്പായിരുന്നു. അവസാനം അജയ് പറഞ്ഞ ഡീലിന് ഓക്കെ പറയേണ്ടി വരികയാണ്. ഹംസയെ തങ്ങൾ പറയുന്നിടത്ത് കൊണ്ടാക്കണമെന്ന് അജയ് പറയുന്നുണ്ട്. ഓൾറെഡി ഒരു ഇന്ത്യൻ ഏജന്റിനെ പിടിച്ചുവെന്ന് വാർത്ത പറഞ്ഞതുകൊണ്ട് ഹംസയ്ക്ക് പകരം ആരെങ്കിലും പിടിച്ചെങ്കിലേ പറ്റൂ. അതിന് പറ്റിയൊരാള് ജയിലിലുണ്ടെന്ന് ഹംസ തന്നെ പറയുന്നു. ഉസൈറിനെയായിരുന്നു ഹംസ ഉദ്ദേശിച്ചത്. അവനെ ജീവനോടെ ജയിലിൽ വെച്ചത് തന്നെ ഈ ഒരു അവസരത്തിന് വേണ്ടിയാണെന്നും ഹംസ പറയുന്നുണ്ട്. അങ്ങനെ അജയുടെ ഭീഷണിക്ക് വഴങ്ങിയ ഹസനാകട്ടെ പറഞ്ഞ പ്രകാരം ഹംസയെ ഒരു സ്ഥലത്ത് കൊണ്ടുപോയി ഉപേക്ഷിക്കുന്നു. അവിടെ നിന്നും ഹംസയെ രക്ഷിക്കാനെത്തിയത് ജമീലായിരുന്നു. അതുകൊണ്ട് ശരിക്കും ഹംസ ഞെട്ടി. ഇവിടെയാണ് ഈ മൂവിയിലെ ഏറ്റവും വലിയ ടെസ്റ്റ്. ജമീലും വർഷങ്ങൾക്ക് മുമ്പ് ഇവിടെ എത്തിയ ഒരു ഇന്ത്യൻ ഏജന്റ് ആയിരുന്നു. ഹംസയെ ഒമറിന്റെ ആൾക്കാര് പിടിക്കാൻ പോകുന്നു മനസ്സിലാക്കിയ എലീനയാകട്ടെ ജമീലിനോട് ഹംസയെ രക്ഷിക്കണമെന്ന് റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ ജമീൽ തന്നെയാണ് ഈ കാര്യങ്ങൾ അജയ് അറിയിച്ചതും ഹംസയെ രക്ഷിക്കാനുള്ള ഈ കാര്യങ്ങളെല്ലാം അവർ നോക്കിയതും. 46 വർഷങ്ങൾക്ക് മുമ്പാണ് താൻ ഇവിടേക്ക് വന്നതെന്നും ഇവിടെ വന്ന് ഇവിടുത്തെ പൊളിറ്റിക്സിൽ ചേരാനായിരുന്നു തന്റെ മിഷനെന്നും ജമീൽ പറയുന്നു. പക്ഷെ നിനക്ക് എലീനയും മകനെയും ഇനി കാണാൻ പറ്റില്ല. അവരുമായിട്ട് നീ ഇനി ഒരു ബന്ധവും വെക്കാതിരിക്കുന്നത് തന്നെയാണ് അവരുടെ സേഫ്റ്റിക്ക് നല്ലത്. ജമീലും തങ്ങളുടെ സ്പൈ ആയിരുന്നു എന്നറിഞ്ഞതിൽ ഹംസയ്ക്ക് ശരിക്കും സന്തോഷം തോന്നുന്നു. പക്ഷേ ദാവൂദിനെ കൊല്ലാൻ പറ്റാത്തതിന്റെ വിഷമവും ഹംസയ്ക്കുണ്ടായിരുന്നു. എന്നാൽ ജമീൽ ചിരിച്ചുകൊണ്ട് പറയുന്നുണ്ട്, യങ്ങായിട്ടിരുന്ന ദാവൂദ് ഈ അവസ്ഥയിലായതു തന്നെ താൻ കാരണമാണെന്ന്. ഹംസ അയാളുടെ ശരീരത്തിൽ കടത്തിവിടാൻ ആഗ്രഹിച്ചിരുന്ന അതേ മെർക്കുറി കുറെ കാലം മുന്നേ ജമീൽ തന്നെയാണ് ദാവൂദിന്റെ ശരീരത്തിൽ കയറ്റിവിട്ടത്. അതേ ബാൻഡേജ് ടെക്നിക്കിലൂടെ. പതിയെ ഫുഡ് പോയിസൺ പോലെ തുടങ്ങിയിട്ട് ഇപ്പോൾ ഈ കാണുന്ന അവസ്ഥയിൽ ദാവൂദ് എത്തിയതും ജമീൽ കാരണമാണ്. അയാൾ അധിക നാളൊന്നും ഉണ്ടാവില്ല, പതിയെ മരിച്ചോളൂ എന്ന് ജമീൽ പറയുന്നു. ജമീൽ തന്നെ അവന് പോകാനുള്ള പാസ്പോർട്ട് എല്ലാം കൊടുക്കുന്നുണ്ട്. അവിടെ നിന്ന് സേഫ് ആയിട്ടൊരു ഫ്ലൈറ്റിൽ കയറ്റി ഹംസയെ ഇന്ത്യയിലേക്ക് എത്തിക്കുന്നു. പോയ മിഷൻ എല്ലാം കംപ്ലീറ്റ് ആക്കിയ ഹംസയ്ക്ക് എല്ലാവരുടെയും അഭിനന്ദനങ്ങൾ ലഭിക്കുന്നുണ്ട്. എലീനയുടെയും മകന്റെ സേഫ്റ്റിക്ക് വേണ്ടിയിട്ട് അവന്റെ കയ്യിൽ ആകെ ഉണ്ടായിരുന്ന അവരുടെ ഫോട്ടോയും അവൻ കത്തിച്ചു കളഞ്ഞു. പിറ്റേന്ന് അവനെ ആദരിക്കാനുള്ളൊരു ചടങ്ങ് നടക്കുന്നുണ്ടായിരുന്നു. എന്നാൽ ആ ചടങ്ങിന് നിൽക്കാതെ ഹംസ നേരെ പോകുന്നത്
പോകുന്നത് തന്റെ നാട്ടിലേക്കാണ്, തന്റെ അമ്മയും സഹോദരിയും കാണാൻ. ദൂരെ നിന്ന് അവൻ അവരെയെല്ലാം കാണുന്നുണ്ട്, എന്നാൽ അവരവനെ കണ്ടില്ല. മൂവി അവിടെയാണ് അവസാനിക്കുന്നതെങ്കിലും കുറച്ച് സീൻസ് കൂടി നമ്മളെ കാണിക്കുന്നുണ്ട്. അജയുടെ ആൾക്കാര് തുടക്കത്തിൽ ഹംസയെ കിഡ്നാപ്പ് ചെയ്തുകൊണ്ട് പോയ ശേഷമാണല്ലോ പാകിസ്ഥാനിലേക്ക് പോകാനുള്ള മിഷനിൽ അവന് കൊടുത്തത്. അതിനുശേഷം 2 വർഷം അവൻ അവരുടെ അണ്ടറിൽ ട്രെയിനിങ്ങിലായിരുന്നു. അന്ന് അവന്റെ കൂടെ റിസ്വാനും ട്രെയിനിങ്ങിനുണ്ടായിരുന്നു. പാകിസ്ഥാനിലേക്ക് സ്പൈ ആയിട്ട് പോകുന്നതിന് മുമ്പ് പൂർണ്ണമായിട്ട് മുസൽമാനാകാൻ വേണ്ടിയിട്ട് അവൻ സുന്നത്ത് ചെയ്തിട്ടുണ്ടായിരുന്നു. കൂടാതെ ഖുറാൻ വായിക്കാനും അറബിക്, ബലൂജി, സിന്ധ് ഭാഷകളെല്ലാം തന്നെ വായിക്കാനും എഴുതാനും അവർ പഠിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഒരുപാട് ട്രെയിനിങ്ങിന് ശേഷമാണ് മിഷന് വേണ്ടി പാകിസ്ഥാനിലേക്ക് ഹംസ എത്തിയത്. ആ സീനിന് ശേഷം ഒരു പോസ്റ്റ് ക്രെഡിറ്റ് സീൻ കൂടി നമ്മളെ കാണിക്കുന്നുണ്ട്. ഹംസയെ രക്ഷപ്പെടുത്താൻ ഇന്റലിജൻസ് സംഘം ഹസൻ സഹായിച്ചതോടുകൂടി ഒമർ ആകദേശത്തില് അയാളെടുത്ത് വന്ന് സംസാരിക്കുന്നു. നിങ്ങളുടെ ഈ കാര്യങ്ങള് ഞാൻ മുകളിൽ അറിയിക്കുമെന്ന് പറഞ്ഞിട്ട്. എന്നാൽ തന്റെ രഹസ്യം ഇവൻ പുറത്തുവിട്ടു കഴിഞ്ഞാൽ തനിക്കും അപകടമാണെന്ന് മനസ്സിലാക്കിയത് കാരണം ഹസനാകട്ടെ തന്റെ ആൾക്കാരെ വെച്ച് ഉമറിനെ മെന്റൽ അസൈലത്തിലാക്കാനായിരുന്നു തീരുമാനിച്ചത്. അവിടെയാണ് ഈ ഒരു മൂവി അവസാനിക്കുന്നത്. ഈ മൂവിയുടെ സ്റ്റോറി എങ്ങനെ ഉണ്ടായിരുന്നു നിങ്ങൾ താഴെ കമന്റ് ചെയ്യുക. എക്സ്പ്ലനേഷൻ ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോയിലേക്ക് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട.